പത്തനംതിട്ടയുടെ ഒരു ഡ്രീം പ്രോജക്റ്റാണ് നമ്മുടെ അബാൻ ഫ്ലൈ ഓവർ. അതിൻ്റെ ടെൻഡർ നടപടികളിലേക്ക് കടക്കുകയാണ്. പള്ളിയോടങ്ങൾക്ക് ഓരോന്നിനും 25,000 രൂപ വെച്ച് 13 ലക്ഷം രൂപ പ്രത്യേകം ധനസഹായം വാങ്ങിച്ചു തരാനും മുൻപന്തിയിലുണ്ടായിരുന്ന ഒരാളാണ് ആറന്മുള MLA. ഇതം പ്രഥമമായിട്ടാണ് അങ്ങനെ പള്ളിയോടങ്ങൾക്കൊരു ഗ്രാൻഡ് ആറന്മുളയിൽ കിട്ടുന്നത് തന്നെ. അമ്മ ഒരു ഷോൾ എടുത്തിട്ട് എന്നെ അണിയിച്ചോ ഷോൾ, എന്നിട്ട് പറഞ്ഞു, എൻ്റെ മോളെ ഞാനിവിടെ, അമ്മയ്ക്കൊരു 70-75 വയസ്സ് കാണും, എന്ന് പറഞ്ഞു, ഞാനിവിടെ വിവാഹം ചെയ്തുകൊണ്ട് എന്നെ ഇവിടെ കൊണ്ടുവന്നാണ്. അന്ന് മുതൽ ഞാനിവിടെ വെള്ളം ചുമക്കുക, പക്ഷേ ഇന്ന് മോൾ എനിക്ക് വീട്ടിൽ വെള്ളം എത്തിച്ചു. ആ രീതിയിൽ പിന്നീട് ഇങ്ങോട്ട് പത്തനംതിട്ട ജില്ലയിൽ തന്നെ ഒട്ടേറെ പുഴകളും നദികളും വീണ്ടെടുക്കുകയുണ്ടായി. വരട്ടാർ അതുകൊണ്ട് എന്നും ഈ പൊതുപ്രവർത്തന ജീവിതത്തിൽ തന്നെ എന്നും ഓർമ്മിക്കപ്പെടുന്ന ഒരു സംഭവം കൂടിയായി, അല്ലെങ്കിൽ ഒരു പ്രവർത്തനം കൂടിയായി വരട്ടാർ മാറിയിട്ടുണ്ട്. ശബരിമലയിൽ എത്തുന്ന ഒരു അയ്യപ്പ ഭക്തന് ഹൃദ്രോഗമോ നെഞ്ചുവേനയോ ഉണ്ടായാൽ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു പതിവ്. ഇവിടെ നിരവധി മ്യൂസിയങ്ങൾ നമ്മൾ സെറ്റ് ചെയ്യാൻ പോവുകയാണ്. ഒന്ന്, നമ്മളിപ്പോൾ കണ്ടെടുത്ത കളിമൺ ശില്പങ്ങൾ ഇവിടെ സൂക്ഷിക്കുന്നതിന് വേണ്ടി, അതും മനോഹരമായി സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മ്യൂസിയം. അതുപോലെ തന്നെ ആറന്മുള കണ്ണാടിക്ക് വേണ്ടിയിട്ടുള്ള, അതൊരു 3 ഡയമെൻഷണൽ ഇഫക്റ്റ് ഉണ്ടാകുന്ന ഒരു ആ രീതിയിലുള്ള ഒരു മ്യൂസിയം സെറ്റ് ചെയ്യുന്നുണ്ട്. 21 ലക്ഷത്തോളം രൂപയാണ് ഈ ആംബുലൻസിന് MLA ഫണ്ടിൽ നിന്ന് അനുവദിച്ചത്. ഇപ്പോൾ അല്പസമയത്തിന് മുൻപാണ് ഇത് ആശുപത്രിയിൽ എത്തിയത്. ഇനി ഇതിൻ്റെ രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തീകരിക്കേണ്ടതായിട്ടുണ്ട്. ഹായ് ഫ്രണ്ട്സ്, നിക്കീസ് കഫേയുടെ MLAയോടൊപ്പം എന്ന പ്രോഗ്രാമിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്നത്തെ ഈ എപ്പിസോഡിൽ അതിഥിയായി പങ്കെടുക്കുന്നത് ബഹുമാനപ്പെട്ട വീണ ജോർജ് MLA ആണ്. MLA നമ്മുടെ പ്രോഗ്രാമിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യാം. സ്വാഗതം മേഡം. സ്വാഗതം. താങ്ക് യു. കിരണ് ആറന്മുള മണ്ഡലത്തിലേക്ക് സ്വാഗതം. ആദ്യമേ പറയട്ടെ, ഈ നവമാധ്യമ മേഖലയിൽ കിരൺ നടത്തുന്ന ഇടപെടലുകൾ വളരെ ശ്രദ്ധാർഹമാണ്. അതിന് പ്രത്യേകമായ അഭിനന്ദനം അറിയിക്കുന്നു. താങ്ക് യു മേഡം. അതോടൊപ്പം തന്നെ മാഡം, എന്താണ് നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാം ഒന്ന് നമ്മുടെ പ്രേക്ഷകർക്കായിട്ടൊന്ന് വിവരിക്കാമോ? ഇന്ന് നമുക്ക് ആദ്യം കോയിപ്പുറം പഞ്ചായത്തിലെ പുല്ലാട് ഉള്ളൂർച്ചിറ എന്ന ഭാഗത്ത് അവിടെ മുഖ്യമന്ത്രിയുടെ റോഡ് പുനരുദ്ധാരണ പദ്ധതിയിൽപ്പെടുത്തി നമുക്ക് 10 ലക്ഷം രൂപ അനുവദിച്ചുകൊണ്ടൊരു റോഡ് നമ്മൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. നമുക്ക് അവിടേക്ക് പോകണം. അവിടെ ആ റോഡ് നാടിനു വേണ്ടി സമർപ്പിക്കുകയാണ്. അതുകൂടാതെ ഇന്നത്തെ ദിവസം ഈ 4.5 വർഷക്കാലം എന്തൊക്കെയാണ് ആറന്മുള നിയോജക മണ്ഡലത്തിൽ ചെയ്തത് എന്നുള്ളത് കിരണിന് കാണാൻ താല്പര്യമുണ്ടാകും, പ്രേക്ഷകർക്കും കാണാൻ താല്പര്യമുണ്ടാകുമെന്ന് ഞാൻ കരുതുകയാണ്. അതുകൊണ്ട് ആറന്മുള 12 പഞ്ചായത്തുകളും ഒരു മുനിസിപ്പാലിറ്റിയും അടങ്ങുന്ന വലിയൊരു മണ്ഡലമാണ്. വോട്ടേഴ്സിൻ്റെ എണ്ണത്തിലും മുൻപന്തിയിലാണ് കേരളത്തിൽ ആറന്മുള നിയോജക മണ്ഡലം. ആറന്മുളയ്ക്ക് തനതായ ഒരു സംസ്കാരവും അല്ലെങ്കിൽ ഒരു പാരമ്പര്യവുമുണ്ട്, പൈതൃകവുമുണ്ട്. അപ്പോൾ എന്തൊക്കെ പ്രവർത്തനങ്ങൾ അടിസ്ഥാന സൗകര്യ വികസന മേഖലയിൽ, വിദ്യാഭ്യാസ മേഖലയിൽ, ആരോഗ്യ മേഖലയിൽ, അതുപോലെ തന്നെ കുടിവെള്ളം എത്തിക്കുന്നതിൽ, കാർഷിക മേഖലയിൽ, അതുപോലെ സാംസ്കാരിക രംഗത്ത് ഈ 4.5 വർഷക്കാലം നടത്തിയിട്ടുണ്ട് എന്നുള്ളത്, അതിനെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ നമുക്കെല്ലാം കാണിക്കാനും എല്ലാം വിവരിക്കാനും കഴിയില്ല. ചില കാര്യങ്ങൾ നമുക്ക് കാണാം. സുസ്ഥിരമായിട്ടുള്ള വികസനമാണ് നമ്മൾ ലക്ഷ്യമിടുന്നത്. എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു വികസനം, എല്ലാവർക്കും വീട്, എല്ലാവർക്കും കുടിവെള്ളം, അതാണ് നമ്മുടെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം. അപ്പോൾ അതിലേക്കുള്ള പ്രയാണത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മളിവിടെ മണ്ഡലത്തിൻ്റെ പൊതുവികസനത്തിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് കാണാം. ഓക്കെ, നമുക്ക് യാത്ര തുടങ്ങാം. അപ്പോൾ യെസ്, ആറന്മുള നിയോജക മണ്ഡലം പമ്പയാറും അച്ചൻകോവിലാറും അതുപോലെ മണിമലയാറും അതിരുകളിടുന്ന ആറന്മുള നിയോജക മണ്ഡലം 12 പഞ്ചായത്തുകളും ഒരു മുനിസിപ്പാലിറ്റിയും, പത്തനംതിട്ട മുനിസിപ്പാലിറ്റിയും അടങ്ങുന്നതാണ്. പഴയ പത്തനംതിട്ട മണ്ഡലവും, കിരൺ നേരത്തെ ചോദിച്ചല്ലോ എന്തുകൊണ്ടാണ് ജില്ലാ ആസ്ഥാനത്തിൻ്റെ പേരല്ലല്ലോ മണ്ഡലത്തിന് എന്നുള്ളത്. പഴയ പത്തനംതിട്ട മണ്ഡലവും അതുപോലെ ആറന്മുള മണ്ഡലവും കൂടെ യോജിച്ചാണ് നിലവിലുള്ള പുതിയ ആറന്മുള നിയോജക മണ്ഡലം രൂപീകൃതമായത്. കേരളത്തിലെ തന്നെ ഏറ്റവും അധികം വോട്ടർമാർ കൂടുതലുള്ള നിയോജക മണ്ഡലമാണ് ആറന്മുള നിയോജക മണ്ഡലം. അതുപോലെ തദ്ദേശ സ്ഥാപനങ്ങളുടെ എണ്ണവും വളരെയധികം കൂടുതലാണ്. പത്തനംതിട്ട മുനിസിപ്പാലിറ്റിയിൽ തുടങ്ങി അങ്ങ് തിരുവല്ല മുനിസിപ്പാലിറ്റിയുടെ അതിർത്തി വരെ, ഇരവിപേരൂർ പഞ്ചായത്ത് വരെ നീളുന്ന, അതുപോലെ കുളനട നിന്ന് ഇങ്ങ് നാരങ്ങാനം വരെ നീളുന്ന ആ രീതിയിൽ പഞ്ചായത്തുകൾ, വളരെയധികം തദ്ദേശ സ്ഥാപനം, അതായത് 12 തദ്ദേശ സ്ഥാപനങ്ങളും മുനിസിപ്പാലിറ്റിയും അടങ്ങുന്നതാണ് ആറന്മുള നിയോജക മണ്ഡലം. ലോക പ്രശസ്തമായ ആറന്മുള ഉത്രട്ടാതി ജലമേള നടക്കുന്ന സ്ഥലമാണ് ഇവിടം. ഇവിടെ നിന്ന് കിഴക്കാണ് ആറന്മുള ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇത് വള്ളംകളിക്കുള്ള പവലിയനാണ്. ഇവിടെയാണ് VVIPs, കേന്ദ്രമന്ത്രിമാരും സംസ്ഥാന മന്ത്രിമാരും ഉൾപ്പെടെയുള്ളവർ വള്ളംകളി വീക്ഷിക്കുന്നത് ഇവിടെ നിന്നാണ്. അത് പ്രസിഡന്റ് ഗാലറി, അങ്ങനെ ഇവിടെ ആളുകൾക്ക് ഇരുന്ന് കാണാവുന്ന ഏരിയയാണ്. 2 കരകളാണ്, അതായത് 2 പഞ്ചായത്തുകളാണ്, ആറന്മുള പഞ്ചായത്തും അപ്പുറത്ത് തോട്ടപ്പുഴശ്ശേരി പഞ്ചായത്തും. ഈ വള്ളംകളിയിൽ പങ്കെടുക്കുന്നത് ഏതാണ്ട് 52ഓളം കരകളിൽ നിന്നുള്ള പള്ളിയോടങ്ങളാണ്.
പള്ളിയോടം എന്ന വാക്കിൻ്റെ അർത്ഥം ഭഗവാന്റെ ഓടം എന്നാണ്. അപ്പോൾ അത് ആചാരാനുഷ്ഠാനങ്ങളോട് കൂടിയിട്ടാണ് ഈ വള്ളംകളി നടത്തപ്പെടുന്നത്. അതുപോലെ തന്നെ ഏതാണ്ട് 75 ദിവസം നീണ്ടു നിൽക്കുന്ന വള്ളസദ്യ ആറന്മുളയിൽ വളരെ പ്രസിദ്ധമാണ്. ഒട്ടേറെ വിഭവങ്ങളോടുകൂടി, അതായത് ക്ഷേത്രത്തിലേക്ക് ദർശനത്തിനെത്തുന്ന ആളുകളെ സ്വീകരിച്ച് അതിഥികളായി സ്വീകരിച്ചുകൊണ്ട് അവർക്ക് വയറ് നിറയെ അവർക്ക് ഭക്ഷണം നൽകുക എന്നുള്ളതാണ്. അവർ ആവശ്യപ്പെടുന്നത് എന്തും, ഈ ആകാശത്തിന് കീഴെ എന്താവശ്യപ്പെട്ടാലും അത് നൽകുക എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു ആചാരം, ഒരു രീതി. അപ്പോൾ അങ്ങനെ 75 ദിവസം നീണ്ടു നിൽക്കുന്ന വള്ളസദ്യയും വളരെ പ്രസിദ്ധമാണ്. വളരെ രുചിയേറിയ വിഭവങ്ങളോട് കൂടിയിട്ടുള്ള വള്ളസദ്യ. പിന്നെ ഈ നിൽക്കുന്ന സ്ഥലത്തിന് വലിയൊരു പ്രാധാന്യമുണ്ട്. ഇത് മഹാത്മാഗാന്ധി അദ്ദേഹം താമസിച്ചിട്ടുള്ള സത്രമാണ്. അത് PWDയുടെ സത്രമാണ് ഇവിടെ ഉള്ളത്. അദ്ദേഹം ആറന്മുളയിൽ, ഇലന്തൂര് ഈ പ്രദേശങ്ങളിലൊക്കെ വരികയും അദ്ദേഹം ഈ ആറന്മുള സത്രത്തിൽ താമസിക്കുകയും അന്ന് ഈ പമ്പയാറ്റിൽ കൂടെ ചരിത്രം രേഖപ്പെടുത്തുന്ന അദ്ദേഹം ഈ മുറിയിൽ താമസിച്ചു എന്നുള്ളതാണ്. സത്രത്തിൽ ഈ മുറിയിൽ താമസിച്ചു. എന്നിട്ട് അദ്ദേഹം അപ്പുറത്തുള്ള ആ മൈതാനത്ത്, അന്ന് മൈതാനം അവിടെ പോയി അദ്ദേഹം പ്രസംഗിച്ചു എന്നുള്ളതാണ് ചരിത്രത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നത്. അദ്ദേഹം അന്ന് പമ്പയാറ്റിൽ വെള്ളം കാൽമുട്ടോളമേ ഉണ്ടായിരുന്നുള്ളൂ. അദ്ദേഹം ഈ പമ്പയാറ്റിലൂടെ നടന്ന് അപ്പുറത്തെ കരയിലെത്തി. അതിപ്പോൾ സ്ത്രീകളും പുരുഷന്മാരും ഉൾപ്പെടെ അദ്ദേഹത്തെ ഈ കരയിൽ നിന്ന് അനുഗമിച്ച് അപ്പുറത്തെ കരയിൽ പോയി അവിടെ അദ്ദേഹം വലിയ പ്രഭാഷണം നടത്തി എന്നുള്ളതാണ്. വളരെ ഒരു സൂചി വീണാൽ കേൾക്കുന്ന നിശബ്ദതയോടുകൂടി ആളുകൾ അദ്ദേഹത്തെ ശ്രവിച്ചിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഒട്ടേറെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു സ്ഥലം കൂടിയാണിത്. കിരൺ ആദ്യമായിട്ടാണല്ലോ ആറന്മുളയിൽ വരുന്നത്. ആറന്മുളയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രശസ്തമാണ് ആറന്മുള. അതിൽ ആറന്മുള കണ്ണാടിയുണ്ട്, പള്ളിയോടങ്ങളുണ്ട്, വള്ളംകളിയുണ്ട്, വള്ളസദ്യയുണ്ട്, വഞ്ചിപ്പാട്ടുണ്ട്. പള്ളിയോടങ്ങൾ കിരൺ ആദ്യമായിട്ടായിരിക്കും കാണുന്നുണ്ടാവുക. സാധാരണ കേരളത്തിലെ ബോട്ട് റേസിനെ അടയാളപ്പെടുത്തുന്നത് വാസ്തവത്തിൽ ആറന്മുളയിലെ പള്ളിയോടങ്ങൾ വെച്ചാൽ കണ്ടിട്ടില്ലേ? വലിയ പള്ളിയോടങ്ങൾ, സാധാരണ വള്ളങ്ങളല്ല, അത് ഈ പള്ളിയോടങ്ങളാണ്. പള്ളിയോടങ്ങൾ എന്ന പേര് തന്നെ ഭഗവാന്റെ ഓടം എന്നുള്ള അർത്ഥത്തിലാണ്. അത് പ്രത്യേക രീതിയിലാണ്, ഒറ്റത്തടിയിലാണ് പണിയുക. അതുപോലെ വ്രതാനുഷ്ഠാനങ്ങളോടെയാണ് പണിയുക. അതിൽ തൊടുന്നതിന് വ്രതാനുഷ്ഠാനങ്ങൾ ഉണ്ടാകണം. അങ്ങനെ ഒട്ടേറെ വിശ്വാസപരമായിട്ടുള്ള, ആചാരപരമായ, അനുഷ്ഠാനപരമായിട്ടുള്ള ഒട്ടേറെ പ്രത്യേകതകളുണ്ട്. ഈ ഒരു കാലഘട്ടത്തിൽ ആറന്മുള നിയോജക മണ്ഡലത്തിൽ 4 വർഷ കാലയളവിലെ പ്രവർത്തനത്തിനിടയിൽ സാംസ്കാരിക പ്രവർത്തനങ്ങൾക്ക് വലിയൊരു പ്രാധാന്യം. കാരണം ഈ നാട്, ഈ മണ്ണ് ആവശ്യപ്പെടുന്ന, ഈ മണ്ണ് അർഹിക്കുന്ന പരിഗണന നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം നമ്മുടെ ഈ സംസ്കാരത്തെ സംരക്ഷിക്കുക എന്നുള്ളത് തന്നെയാണ്. അതിന് പള്ളിയോടങ്ങൾക്ക് ചരിത്രത്തിലാദ്യമായി, കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി പള്ളിയോടങ്ങൾക്ക് 2016 ഈ സംസ്ഥാന സർക്കാർ 25,000 രൂപ ഗ്രാൻഡ് അനുവദിച്ചു. അതിന് വേണ്ടിയിട്ട് ആ ഗ്രാൻഡ് അനുവദിപ്പിക്കുവാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷമുണ്ട്. കാരണം 52 കരകളുണ്ട്. 52 കരകൾക്കും ഓരോ കരയിലും ഒരു പള്ളിയോടം. അപ്പോൾ ഓരോ പള്ളിയോടത്തിനും 25,000 രൂപ. അതുപോലെ തന്നെ ഗ്രാൻഡ് ലഭിച്ചുകൊണ്ടിരുന്ന ഗ്രാൻഡ്, ഓരോ വർഷവും ലഭിച്ചുകൊണ്ടിരുന്ന ഗ്രാൻഡ് ഇരട്ടിയാക്കുന്നതിന് സാധിച്ചു. അത് ഓരോ വർഷവും മുടങ്ങാതെ ആ ഗ്രാൻഡ് ലഭ്യമാക്കുന്നതിന് വേണ്ടി സാധിച്ചു. അതുപോലെ കഴിഞ്ഞ വർഷത്തെ സംസ്ഥാന ബജറ്റിൽ ലീഗ് ഇതര വള്ളംകളികൾക്ക്, അതിലേറ്റവും പ്രധാനം ആറന്മുള വള്ളംകളി തന്നെയാണ്, അതിലൊരു പ്രത്യേക ഫണ്ട് വിനിയോഗിച്ചുകൊണ്ട് നമ്മുടെ പള്ളിയോട പുരകളുടെ, അതായത് ടൂറിസ്റ്റുകൾ നമ്മുടെ നാട്ടിലേക്ക് എത്തപ്പെടുമ്പോൾ അവർക്ക് കാണാൻ തക്കവണ്ണമുള്ള പള്ളിയോട പുരകളുടെ നിർമ്മാണം, അതിൻ്റെ സംരക്ഷണം, പള്ളിയോടങ്ങളുടെ സംരക്ഷണം, ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ്, അതുപോലെ വഞ്ചിപ്പാട്ട് കളരികൾക്ക് ഉൾപ്പെടെ അത് സംരക്ഷിക്കുന്നതിനുൾപ്പെടെയുള്ള തുക വകയിരുത്തിക്കൊണ്ട് അത് വലിയ പ്രോജക്റ്റ് തയ്യാറാക്കുകയാണ്. അതിൻ്റെ ഭാഗമായി ഈ അതായത് ഈ പള്ളിയോട സംരക്ഷണം ഉൾപ്പെടെ നടത്തുവാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ചേട്ടൻ്റെ പേരെന്താണ്? PR രാധാകൃഷ്ണൻ. എവിടെയാണ്? ആറന്മുളയാണ് സ്ഥലം അല്ലേ? അതെ, ആറന്മുള, ഇടയാറന്മുള. നമ്മുടെ MLA കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? ആറന്മുള MLA ശ്രീമതി വീണ ജോർജിനെ പറ്റി ചോദിക്കുകയാണെങ്കിൽ, ജനങ്ങളുടെ ആവശ്യം മനസ്സിലാക്കി അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു MLA ആണ് ആറന്മുളയ്ക്ക് ഇപ്പം കിട്ടിയിരിക്കുന്നത്. പള്ളിയോട സേവാ സംഘത്തിൻ്റെ കാര്യത്തിനെ പറ്റി പറയുമ്പോഴാണെങ്കിൽ, പള്ളിയോട സേവാ സംഘത്തിൻ്റെ ഓരോ ആവശ്യങ്ങളും മനസ്സിലാക്കി ഞങ്ങൾക്ക് വേണ്ടി വളരെയധികം സമയം കണ്ടെത്തി, മന്ത്രിമാരെയും കണ്ടെത്തി പ്രത്യേകമായ ഗ്രാൻഡ് വരെ കിട്ടാനായിട്ട്, അതായത് ഉത്രട്ടാതി വള്ളംകളിക്കുള്ള ഗ്രാൻഡ് കൂടാതെ പള്ളിയോടങ്ങൾക്ക് ഓരോന്നിനും 25,000 രൂപ വെച്ച് 13 ലക്ഷം രൂപ പ്രത്യേകം ധനസഹായം വാങ്ങിച്ചു തരാനും മുൻപന്തിയിലുണ്ടായിരുന്ന ഒരാളാണ് ആറന്മുള MLA. ഇതംപ്രദമായിട്ടാണ് അങ്ങനെ പള്ളിയോടങ്ങൾക്കൊരു ഗ്രാൻഡ് ആറന്മുളയിൽ കിട്ടുന്നത് തന്നെ. അതിന് MLAയോട് ഞങ്ങൾക്ക് തീരാത്ത കടപ്പാടുണ്ട്. ഗോപിനാഥ പിള്ള. നമ്മുടെ MLA കുറിച്ച് എന്താണ് അഭിപ്രായം? ജനകീയനായ ഒരു MLA ആണ്. ഏത് സമയത്തും പാവപ്പെട്ടവർക്കാരും ഓടിച്ചെന്ന ഒരു കാര്യം പറഞ്ഞ് സാധിക്കുന്നതിന് MLA എപ്പോഴും ഹെൽപ്ഫുള്ളാണ്.
അതിന് യാതൊരു റിസ്ട്രിക്ഷൻസും ഇല്ല. എപ്പോഴും നമ്മുടെ കാര്യങ്ങളിൽ ചെന്ന് പറഞ്ഞ് സാധിക്കാൻ കഴിയും. ചേട്ടൻ്റെ പേരെന്താണ്? എൻ്റെ പേര് ചന്ദ്രശേഖരൻ നായർ. നമ്മുടെ എം എൽ എ കുറിച്ച് എന്താണ് അഭിപ്രായം? എം എൽ എ കുറിച്ച് വളരെ നല്ല അഭിപ്രായമാണുള്ളത്. ഒരുപാട് ഹെൽപ്ഫുള്ളാണ്. ഞങ്ങളെ ഒരു പ്രശ്നത്തിന് നിരവധി തവണ എന്നെയും കൊണ്ട് മന്ത്രിമാരെ കാണുന്നതിനും മന്ത്രിസഭ കൂടുന്നിടത്തും സെക്രട്ടേറിയറ്റിലും നിരവധി തവണ എന്നെ കൊണ്ട് പോയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ഹെൽപ്ഫുള്ളാണ്. ആറന്മുളയുടെ സാംസ്കാരിക മേഖലയിൽ നല്ല സംഭാവനയാണ് നമ്മുടെ എം എൽ എ ശ്രീമതി വീണ ജോർജിൻ്റെ കാലത്ത് ഉണ്ടായിട്ടുള്ളത്. നമ്മുടെ വള്ളങ്ങളിലൂടെ ദൈനംദിനമുള്ള അഭിവൃദ്ധികൾ, അതുപോലെ തന്നെ നമ്മുടെ സാംസ്കാരിക നിലയങ്ങൾ, ആറന്മുളയുമായി ബന്ധപ്പെട്ട നിരവധി വികസന പ്രവർത്തനങ്ങൾ, റോഡുകൾ മാത്രമല്ല മറ്റ് സാംസ്കാരിക സമുച്ചയങ്ങൾ ഉൾപ്പെടെയുള്ള വിവിധമായ വികസന പ്രവർത്തനങ്ങൾ നാടിനെ ഒരു യശസ്സിൻ്റെ പാതയിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പിൻഗാമികൾ തുറന്നു വെച്ച പല പരിപാടികളും, വികസനോന്മുഖമായ പല പരിപാടികളും ഏറ്റെടുത്ത് വൻപിച്ച രീതിയിൽ നമ്മുടെ നാടിന് നാളത്തെ തലമുറയ്ക്ക് വലിയ സംഭാവനയാണ് നൽകിയിട്ടുള്ളത്. ഇത് ആഞ്ഞിലിമുട്ടിക്കടവ് പാലം സംസ്ഥാന സർക്കാർ 13.5 കോടി രൂപയ്ക്ക് നിർമ്മിച്ച ബഹുമാന്യനായ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ശ്രീ ജി സുധാകരൻ തറക്കല്ലിട്ട് നിർമ്മാണം തുടങ്ങിയ പാലം, അതുപോലെ 1.5 വർഷത്തിനുള്ളിൽ സമയബന്ധിതമായി പൂർത്തീകരിച്ച് നാടിന് സമർപ്പിച്ച് അദ്ദേഹം തന്നെ ഉദ്ഘാടനം ചെയ്ത പാലമാണ്. ഈ കാണുന്നതാണ് പമ്പയാറാണ്. അതുപോലെ അപ്പുറത്ത് ആറന്മുള പഞ്ചായത്ത്, ഇപ്പുറത്ത് തോട്ടപ്പുഴശ്ശേരി പഞ്ചായത്തുമാണ്. ഇവിടെ നിന്ന് ആ കാണുന്ന ആ മുളങ്കൂട്ടം നിൽക്കുന്ന ആ പ്രദേശത്തിനപ്പുറത്താണ് നമ്മുടെ കളിമൺ ശില്പങ്ങൾ. അതായത് ഈ 2018 മഹാപ്രളയത്തിന് ശേഷം മണ്ണ് ഇളകിപ്പോയി. ആ മണ്ണ് ഇളകി വൃക്ഷങ്ങളുടെ വേരുകൾക്കടിയിൽ നിന്ന് ഒട്ടനേകം കളിമൺ ശില്പങ്ങൾ കണ്ടെടുത്ത ഒരു സ്ഥലമാണ് അവിടെ. അതുപോലെ ആറന്മുളയ്ക്ക് വലിയൊരു കാർഷിക സംസ്കാരം കൂടിയുണ്ട്. 2016 ബഹുമാന്യനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അദ്ദേഹം വന്ന് വിത്തെറിഞ്ഞാണ് ആറന്മുളയിൽ നിലച്ചു പോയിരുന്ന നെൽകൃഷി പുനരുജ്ജീവിപ്പിച്ചത്. അന്ന് 100 ടണ്ണിൽ താഴെയായിരുന്നു നെല്ലിൻ്റെ ഉൽപ്പാദനം. ഇന്നത് 4000 ടണ്ണിലധികമാണ്. ഏതാണ്ട് എല്ലാ പഞ്ചായത്തുകളും തരിശുരഹിതമായിട്ടുണ്ട്. ആറന്മുള മണ്ഡലത്തിലെ 12 പഞ്ചായത്തുകളും ഒരു മുനിസിപ്പാലിറ്റിയുമാണ് ഉള്ളത്. ഏതാണ്ട് എല്ലാ പഞ്ചായത്തുകളും തരിശുരഹിതമായിട്ടുണ്ട്. ഹെറിറ്റേജ് ടൂറിസം പദ്ധതിയിൽ ആറന്മുളയെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ട്രാവൻകൂർ ഹെറിറ്റേജ് ടൂറിസം സർക്യൂട്ടിലാണ് ആറന്മുള ഇപ്പോൾ ഉൾപ്പെട്ടിരിക്കുന്നത്. ഇവിടെ നിരവധി മ്യൂസിയങ്ങൾ നമ്മൾ സെറ്റ് ചെയ്യാൻ പോവുകയാണ്. ഒന്ന്, നമ്മളിപ്പോൾ കണ്ടെടുത്ത കളിമൺ ശില്പങ്ങൾ ഇവിടെ സൂക്ഷിക്കുന്നതിന് വേണ്ടി, അതും മനോഹരമായി സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മ്യൂസിയം. അതുപോലെ തന്നെ ആറന്മുള കണ്ണാടിക്ക് വേണ്ടിയിട്ടുള്ള അതൊരു 3 ഡയമെൻഷണൽ ഇഫക്റ്റ് ഉണ്ടാകുന്ന ഒരു ആ രീതിയിലുള്ള ഒരു മ്യൂസിയം സെറ്റ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ പള്ളിയോടങ്ങളുടെ പ്രത്യേകമായിട്ടുള്ളൊരു മ്യൂസിയം, പിന്നെ പ്രശസ്തരായിട്ടുള്ള ഒട്ടേറെ ആളുകൾ സാമൂഹികമായി സാംസ്കാരികമായിട്ടൊക്കെ ഒട്ടേറെ വലിയ സംഭാവനകൾ നൽകിയിട്ടുള്ള വ്യക്തികൾ ഇവിടെയുണ്ട്. അവരുടെ സ്മരണകൾ നിലനിർത്തുന്നതിന് വേണ്ടി ഇവിടെ നമ്മൾ പല മ്യൂസിയങ്ങൾ സെറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അതിനു വേണ്ടിയിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയാണ്. ആദ്യഘട്ടത്തിൽ ഇപ്പോൾ 1 മാസത്തിനകം നമ്മൾ ആ കളിമൺ ശില്പങ്ങളുടെ മ്യൂസിയം ഇവിടെ DTPCയുടെ ടൂറിസം സെൻ്റർ ഉണ്ട്. ആ ഫെസിലിറ്റേഷൻ സെൻ്റർ നമ്മൾ അതിനായിട്ട് ക്രമീകരിക്കുകയാണ്. അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം അവസാന ഘട്ടത്തിലാണ്. അവിടെ 1 മാസം കൂടെ കഴിയുമ്പോൾ നമുക്കൊരു മ്യൂസിയം അവിടെ തുടങ്ങും. അതുപോലെ തന്നെ ഇവിടെ വാസ്തുവിദ്യാ ഗുരുകുലമുണ്ട്. വാസ്തുവിദ്യാ ഗുരുകുലത്തെ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളും ഇതിൻ്റെ ഭാഗമായി നമ്മൾ നടത്തുകയാണ്. നമ്മുടെ ഈ ക്ഷേത്രത്തിൻ്റെ സപ്താഹത്തിന് വന്നൊരു ഘട്ടത്തിൽ ക്ഷേത്ര ഭരണസമിതിയും അതോടൊപ്പം തന്നെ എൻ്റെ സഹപ്രവർത്തകരും കൂടി ആവശ്യപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ ഈ റോഡിൻ്റെ പുനരുദ്ധാരണം. 2018 പ്രളയകാലത്ത് വെള്ളം കയറി മുങ്ങിപ്പോയ പ്രദേശമാണ്. വളരെ തകർന്നു പോയൊരു റോഡായിരുന്നു ഇത്. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലാണ് സംസ്ഥാനത്തുടനീളം മുഖ്യമന്ത്രിയുടെ ഗ്രാമീണ റോഡ് പുനരുദ്ധാരണ പദ്ധതി ആവിഷ്കരിക്കപ്പെട്ട് നിരവധി റോഡുകൾ നവീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ആസൂത്രണം ചെയ്യപ്പെട്ടത്. ആറന്മുള നിയോജക മണ്ഡലത്തിലെ നിരവധി റോഡുകൾ നമുക്കറിയാം. നമ്മുടെ മണ്ഡലത്തിൽ 12 പഞ്ചായത്ത്, ഒരു മുനിസിപ്പാലിറ്റിയാണുള്ളത്. ഈ 12 പഞ്ചായത്തിലും കൂടി ഏതാണ്ട് 52 റോഡുകൾ. അപ്പോൾ ശരാശരി ഒരു 5 റോഡ് 4 റോഡൊക്കെ ഒരു പഞ്ചായത്തിന് കിട്ടത്തക്ക രീതിയിൽ നമ്മൾ റോഡുകൾ നൽകി. കോയിപ്പുറം പഞ്ചായത്തിൽ നമുക്ക് ലഭിച്ച റോഡിലൊന്നാണ് ഉള്ളൂച്ചിറ ഈ ക്ഷേത്രം റോഡ്. വളരെ മനോഹരമായി ഇത് പൂർത്തീകരിക്കാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഈ കാലഘട്ടത്തിൽ നമുക്ക് PWD റോഡാണെങ്കിലും ഗ്രാമീണ റോഡാണെങ്കിലും ഏതാണ്ട് എല്ലാ റോഡുകളും PWD റോഡുകൾ ഏതാണ്ട് എല്ലാ റോഡുകളും നമുക്ക് നവീകരിക്കുന്നതിന് സാധിച്ചു. ഇപ്പോൾ ആദ്യം കോയിപ്പുറം പഞ്ചായത്തിൽ നിന്ന് ഇരവിപേരൂരിലേക്ക് പോകുന്ന കുമ്പനാട് ഓതറ റോഡ് BM&BC ടാറിങ് ചെയ്തു. 29 വർഷമായി മെയിൻ്റനൻസ് മാത്രം നടത്തിയിരുന്ന റോഡാണ് ആറാട്ടുപുഴ കുമ്പനാട് റോഡ്. അത് വളരെ മനോഹരമായിട്ട് അത് പൂർത്തീകരിക്കുകയാണ്. അതുപോലെ തന്നെ കുന്നന്താനം മാടോലിപ്പടി റോഡ്
അത് 2.5 കോടി രൂപയ്ക്ക് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം നമ്മൾ പൂർത്തീകരിച്ചു. അതുകൂടാതെ തോട്ടപ്പുഴശ്ശേരി പഞ്ചായത്തിലേക്കാണ് ഇറങ്ങുന്നതെങ്കിലും ആഞ്ഞിലിമുട്ടിക്കടവ് പാലം ഏറ്റവും അധികം പ്രയോജനം ലഭിക്കുന്ന ഒരു പഞ്ചായത്ത് കോയിപ്പുറം പഞ്ചായത്ത് കൂടിയാണ്. നമുക്ക് വളരെ പെട്ടെന്ന് ആറന്മുളയിലേക്കും അതുപോലെ ചെങ്ങന്നൂരിലേക്കും ഇറങ്ങുന്നതിന് ആ പാലം നമ്മളെ വളരെയധികം സഹായിക്കും. പതിറ്റാണ്ടുകളായിട്ടുള്ള പത്തനംതിട്ട ജില്ലയുടെ ആവശ്യമാണ് കോഴഞ്ചേരിയിൽ ഒരു പുതിയ പാലം. ഇപ്പോൾ നിലവിലുള്ള പാലത്തിന് ഏതാണ്ട് 80 വർഷത്തിനപ്പുറം പഴക്കമുണ്ട്. അപ്പോൾ പുതിയ പാലം ഈ സാധാരണ ഒരു ദിവസം പോലും കോഴഞ്ചേരിയിൽ ഗതാഗതക്കുരുക്ക് വളരെ രൂക്ഷമാണ്. ഇതിൻ്റെ അടുത്താണ് പ്രസിദ്ധമായ മാരാമൺ കൺവെൻഷൻ നടക്കുന്നത്. അതുപോലെ തന്നെ പ്രശസ്തമായ ചെറുകോൽപ്പുഴ കൺവെൻഷൻ, അത് ആറന്മുള നിയോജക മണ്ഡലത്തിലല്ല, തൊട്ടടുത്തുള്ള റാന്നി നിയോജക മണ്ഡലത്തിലാണ്, പക്ഷേ ഇതിനടുത്ത് തന്നെയാണ് നടക്കുന്നത്. അതുമാത്രമല്ല ശബരിമല തീർത്ഥാടകർ, മാക്കാങ്കുന്ന് കൺവെൻഷൻ, അങ്ങനെ ഒട്ടേറെ കൺവെൻഷനുകൾ. തീർത്ഥാടക ജില്ലയാണ് പത്തനംതിട്ട. അപ്പോൾ അതിൻ്റെ സെൻട്രൽ ഏതാണ്ട് മധ്യഭാഗത്തായി നിലനിൽക്കുന്ന കോഴഞ്ചേരിയിൽ ഒരു പുതിയ പാലം ആവശ്യമായിരുന്നു, ഒരു അനിവാര്യതയായിരുന്നു. ഈ സർക്കാരിൻ്റെ ആദ്യ ബജറ്റിൽ കോഴഞ്ചേരി പാലത്തിന് വേണ്ടി 19.5 കോടി രൂപ അനുവദിച്ചു. അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് വളരെ വേഗം പുരോഗമിക്കുന്നത്. 2018-ലെയും 2019-ലെയും പ്രളയം നമുക്ക് തടസ്സങ്ങൾ സൃഷ്ടിച്ചു എങ്കിലും സമയബന്ധിതമായി ഇത് തീർക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയോടുകൂടി ഈ പാലം മുന്നോട്ട് പോവുകയാണ്. പഴയ പാലത്തിൻ്റെ ഡിസൈനോട് ചേർന്നുള്ള പാലമാണ് ഇവിടെ നമ്മൾ പണിയുന്നത്. ഇതുകൂടാതെ ആഞ്ഞിലിമുട്ടിക്കടവ് പാലം ആറന്മുളയും തോട്ടപ്പുഴശ്ശേരിയും ബന്ധിപ്പിക്കുന്ന ആ പാലം നമ്മൾ പൂർത്തീകരിച്ചു, നിർമ്മാണം ആരംഭിച്ച് പൂർത്തീകരിച്ചു. അതോടൊപ്പം വയറപ്പുഴ പാലം, അത് കൊളനട പഞ്ചായത്തിനെയും പന്തളത്തെയും ബന്ധിപ്പിക്കുന്ന പാലമാണ്. അത് 10 വർഷത്തിന് ശേഷം, 10 വർഷത്തിന് മുൻപ് ഭരണാനുമതി ലഭിച്ചൊരു പാലമാണ്. അതിനുശേഷം ഇപ്പോൾ അത് വീണ്ടും പുനരുജ്ജീവിപ്പിച്ച് അതിൻ്റെ റിവൈസ്ഡ് എസിന് വേണ്ടിയിട്ട് ഫൈനലായി നമ്മൾ അലൈൻമെൻ്റ് ഒക്കെ മാറ്റി സമർപ്പിച്ചു. അതിപ്പോൾ ലഭിക്കുകയാണ്. നിർമ്മാണ പ്രവർത്തനവും നമുക്ക് താമസിയാതെ ആരംഭിക്കാൻ കഴിയും. അതുകൂടാതെ വരട്ടാറിന് കുറുകെയുള്ള 2 പാലങ്ങൾ നമുക്ക് ഈ സർക്കാർ വരട്ടാറിന് പുനരുജ്ജീവന പദ്ധതിയിൽ ഉൾപ്പെടുത്തി നമുക്ക് നൽകിയിരുന്നു. അതുകൂടാതെ ചെങ്ങന്നൂർ മണ്ഡലത്തെയും ആറന്മുള മണ്ഡലത്തെയും ബന്ധിപ്പിക്കുന്ന ഐക്കാട് പാലം, അത് ഒരു ബോട്ടിൽ നെക്ക് പോലെ ഇരുന്ന പാലമാണ്. അവിടെ നമ്മൾ അത് നിർമ്മിക്കുന്നുണ്ട്. അതുകൂടാതെ ഒരു മേൽപ്പാലം, ജില്ലയിൽ ആദ്യത്തെ ഒരു ഫ്ലൈ ഓവർ വരുന്നുണ്ട്. അത് പത്തനംതിട്ട ജില്ലാ ആസ്ഥാനത്താണ് അബാൻ ഫ്ലൈ ഓവർ. അതിനും കിഫ്ബിയുടെ ഫൈനൽ അനുമതി ലഭിച്ചു. ടെൻഡർ നടപടികളായിട്ടുണ്ട്. ദേശീയ ശ്രദ്ധ തന്നെ ആകർഷിച്ച ഒരു പ്രവർത്തനമായിരുന്നു വരട്ടാറിൻ്റെ വീണ്ടെടുപ്പ്. 3 പതിറ്റാണ്ട് മുൻപ് മരിച്ചുപോയ ഒരു പുഴ വരട്ടാർ, അതുപോലെ തന്നെ ആദിപമ്പയും വരട്ടാറും. ഈ പുഴകളുടെ വീണ്ടെടുപ്പ് ജനകീയമായിട്ടുള്ള കൂട്ടായ്മയിലൂടെ സംസ്ഥാന സർക്കാരിൻ്റെ നേതൃത്വത്തിൽ നടക്കുകയുണ്ടായി. അത് സംസ്ഥാനത്തിൻ്റെ ചരിത്രത്തിലും രാജ്യത്തിൻ്റെ ചരിത്രത്തിലും വളരെ പ്രധാനപ്പെട്ട ഒരു ഈ നദീ പുനരുജ്ജീവനങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമായി കണക്കാക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ നിൽക്കുന്നത് പുതുക്കുളങ്ങരയിലാണ്. പുതുക്കുളങ്ങരയിൽ ശാസ്ത്രീയമായി നിർമ്മിച്ച ഒരു ചപ്പാത്ത് കാരണം ഈ വരട്ടാറിൻ്റെ ഗതി മുടങ്ങിയിരുന്നു. അവിടെ ഞങ്ങൾ വന്ന് നോക്കുമ്പോൾ, അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക്കിനൊപ്പം അന്ന് ഹരിതകേരളം മിഷൻ്റെ ഉപാധ്യക്ഷ ഡോക്ടർ TN സീമയും, അതുപോലെ ഇരുപേരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻറ്റും വൈസ് പ്രസിഡൻറ്റ് അഡ്വക്കേറ്റ് രാജുവും, ഞങ്ങളെല്ലാവരും കൂടെ വരുമ്പോൾ ഇവിടെ ഒരാൾ പൊക്കത്തിൽ അതിലും കൂടുതൽ വളർന്നു നിൽക്കുന്ന സസ്യങ്ങളാണ് ഉണ്ടായിരുന്നത്. കൊച്ചു കുഞ്ഞുങ്ങളോട് പറഞ്ഞാൽ ഇവിടെ ഒരു പുഴയുണ്ടായിരുന്നു എന്ന് അവർ വിശ്വസിക്കുമായിരുന്നില്ല. അപ്പോൾ അതിനെ ജനകീയമായിട്ടുള്ള കൂട്ടായ്മയിലൂടെ വീണ്ടെടുത്തു. ഇപ്പോൾ സംസ്ഥാന സർക്കാർ 4 പാലങ്ങൾക്ക് ഭരണാനുമതി നൽകി പ്രവർത്തനം നടക്കുകയാണ്. നമ്മൾ നിൽക്കുന്ന വരട്ടാർ പുതുക്കുളങ്ങര ഭാഗത്ത് ഇവിടെ വരട്ടാർ കുറുകെ ഇവിടെ ഒരു പാലം നിർമ്മിക്കുകയാണ്, പുതുക്കുളങ്ങര പാലം. അതുപോലെ തന്നെ ആദിപമ്പയുടെ അവിടെയും വഞ്ചിപ്പോട്ടിക്കടവിലും ആറന്മുള നിയോജക മണ്ഡലത്തെയും ചെങ്ങന്നൂർ മണ്ഡലത്തെയും ബന്ധിപ്പിക്കുന്ന 2 പാലങ്ങളാണുള്ളത്. ഒന്ന് പുതുക്കുളങ്ങര പാലം, 2 വഞ്ചിപ്പോട്ടിൽ കടവ് പാലം. ഇവിടെ രണ്ടിടത്തും ഈ പാലത്തിൻ്റെ നിർമ്മാണമാണ് നമ്മളിപ്പോൾ കാണുന്നത്. നദിയുടെ ശ്വാസകോശം വരെ പുറത്തിട്ട മണൽവാരൽ, കയ്യേറ്റങ്ങൾ. നദി മരിച്ചു. ദുർഗന്ധം വമിക്കുന്ന വെള്ളക്കെട്ടായി വരട്ടാർ. വീണ്ടെടുപ്പിനുള്ള മുറവിളികൾ. വരട്ടാർ സംരക്ഷണ സമിതികൾ, പമ്പ പരിരക്ഷണ സമിതി, അക്ഷയ പമ്പ മിഷൻ എന്നിവയുടെ നിശ്ചയദാർഢ്യം, പത്രമാധ്യമങ്ങളുടെ ശക്തമായ ഇടപെടലുകൾ. 2003 നിയമസഭാ പരിസ്ഥിതി കമ്മിറ്റി റിപ്പോർട്ട്. 2007 നദിയുടെ പുനരുജ്ജീവനത്തിനായി മനുഷ്യാവകാശ കമ്മീഷൻ. 2014 തൊഴിലുറപ്പിലൂടെ വിവിധ പഞ്ചായത്തുകളുടെ ശ്രമങ്ങൾ. 2017 മെയ് ദിനത്തിൽ ധനമന്ത്രി തോമസ് ഐസക്, വീണ ജോർജ് MLA, ഹരിത കേരളം ഉപാധ്യക്ഷ TN സീമ ഇവർ പഞ്ചായത്ത് അധികാരികളുമൊത്ത് വരട്ടാർ സന്ദർശിക്കുന്നു. മെയ് 12 ജലവിഭവ മന്ത്രി മാത്യു ടി തോമസ് ഉന്നതതല യോഗം വിളിച്ചു ചേർക്കുന്നു.
വരട്ടെ ആർ ജനകീയ ക്യാമ്പയിൻ രൂപം കൊള്ളുന്നു. വാട്സാപ്പ് കൂട്ടായ്മ രൂപപ്പെടുന്നു. തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ പുനരുജ്ജീവന കൺവെൻഷനുകൾ. നദീതല സംയുക്ത കൺവെൻഷൻ. ഈ മഴക്കാലത്ത് പുഴയൊഴുകുക. പാതയൊരുക്കൽ, വിളംബര ജാഥ, പുഴ നടത്തം, പുഴയൊഴുക്കിന് ജനകീയ യജ്ഞം, പരിസ്ഥിതി ആഘാത പഠനം. മെയ് 15 മുതൽ 17 വരെ കോയിപ്പുറം, ഇരവിപേരൂർ, കുറ്റൂർ, തിരുവൻവണ്ടൂർ, ചെങ്ങന്നൂർ പുനരുജ്ജീവന കൺവെൻഷനുകൾ. മെയ് 20 സംയുക്ത കൺവെൻഷൻ ചെങ്ങന്നൂരിൽ. മെയ് 20-28 പുഴ നടത്തത്തിന് വഴിയൊരുക്കിക്കൊണ്ട് തൊഴിലുറപ്പ് തൊഴിലാളികൾ. മെയ് 26 MLA-മാരുടെ നേതൃത്വത്തിൽ വിളംബര ജാഥ. തദ്ദേശ സ്വയംഭരണ സ്ഥാപന സാരഥികൾ, സബ് കളക്ടർ, തഹസിൽദാർ, ജലവിഭവ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ആദിപമ്പ വരട്ടാർ വഴിയിലൂടെ പുഴ പുനരുജ്ജീവനം വിളംബരം ചെയ്യുന്നു. മെയ് 29 പുഴ പുനരുജ്ജീവന ചരിത്രത്തിൽ ഇടം പിടിച്ച പുഴ നടത്തം. മന്ത്രിമാരായ ഡോക്ടർ തോമസ് ഐസക്, മാത്യു ടി തോമസ്, MLA-മാരായ രാമചന്ദ്രൻ നായർ, വീണ ജോർജ്, ഹരിത കേരളം ഭാരവാഹികൾ, അങ്ങനെ 100 കണക്കിന് പേർ പങ്കെടുത്ത ഒരു ദിവസം നീണ്ട 15 കിലോമീറ്റർ താണ്ടിയ പുഴ നടത്തം ഒരു ജനതയെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. ഒഴുക്കിനെ തടസ്സപ്പെടുത്തുന്ന ചപ്പാത്തുകൾ നീക്കം ചെയ്ത് ഗതാഗതത്തിന് താൽക്കാലിക സംവിധാനം ഒരുക്കുവാൻ തീരുമാനം. ജൂൺ 12 പരിസ്ഥിതി ആഘാത പഠനം നടത്തി. ആഴം കൂട്ടുന്നത് കുടിവെള്ളത്തെ ബാധിക്കുമെന്നതിനാൽ വൃഷ്ടിപ്രദേശത്തെ നീർച്ചാലുകൾ സംരക്ഷിച്ചും മറ്റ് ജലസംരക്ഷണ മാർഗങ്ങൾ സ്വീകരിച്ചും പുഴയുടെ ജീവൻ സ്ഥിരപ്പെടുത്തുന്ന നടപടികൾ സ്വീകരിക്കുവാനാണ് പഠനം നിർദ്ദേശിച്ചത്. വരട്ടാറിന്റെയും ആദിപമ്പയുടെയും പുനരുജ്ജീവനത്തിൽ ബഹുമാന്യനായ മുഖ്യമന്ത്രി കാണിക്കുന്ന ഈ ശ്രദ്ധയ്ക്കും ഉത്സാഹത്തിനും ഈ നാടിന്റെ പേരിൽ നന്ദി പറയുകയും ചെയ്യുന്നു. അദ്ദേഹത്തെ വളരെ വിനയപൂർവ്വം ഈ യോഗത്തിലേക്ക് ക്ഷണിക്കുന്നു. കേരളത്തിന്റെ ജലവിഭവ മന്ത്രിയും ധനകാര്യമന്ത്രിയും അഡ്വക്കേറ്റ് മാത്യു ടി തോമസും ഡോക്ടർ തോമസ് ഐസക്കും മെയ് 1-ാം തീയതിയാണ് ഇവിടെ ചേതനയറ്റ ഈ പുഴകളെ കാണുവാൻ വേണ്ടി ഡോക്ടർ തോമസ് ഐസക് ഇവിടെ എത്തുന്നത്. അതിനുശേഷം സർക്കാരിന്റെ എല്ലാവിധമായിട്ടുള്ള പിന്തുണയും ഉണ്ടാകുമെന്ന് ജലവിഭവ മന്ത്രിയും ധനകാര്യമന്ത്രിയും റവന്യൂ മന്ത്രിയും ഉൾപ്പെടെയുള്ളവർ ഉറപ്പ് നൽകുകയും ആ ഉറപ്പിന്റെ പിൻബലത്തിൽ ഇവിടെ ജനങ്ങൾ ഇറങ്ങി പ്രവർത്തിക്കുകയാണ് ഉണ്ടായത്. ഒട്ടേറെ മാതൃകകൾ നൽകിയ, ഒട്ടേറെ അംഗീകാരങ്ങൾ ലഭിച്ച ഒരു പദ്ധതിയാണ്. രാജ്യത്ത് ഈ രീതിയിലുള്ള പ്രവർത്തനങ്ങളിൽ 1-ാം സ്ഥാനം ലഭിച്ചത് വരട്ടാറിൻ്റെ പുനരുജ്ജീവനത്തിനായിരുന്നു. ജനകീയ പങ്കാളിത്തത്തോടെയാണ് അത് നടപ്പിലാക്കിയത്. ഏറ്റവും സുതാര്യമായി, അതായത് ഓൺലൈൻ ഓഡിറ്റിംഗ് ഉൾപ്പെടെയുള്ള വാട്സപ്പ് കൂട്ടായ്മകൾ രൂപീകരിച്ചുകൊണ്ട് ഓൺലൈൻ ഓഡിറ്റിംഗ് നടത്തി ഒരു നദിയെ വീണ്ടെടുത്തു. ആദ്യം വാസ്തവത്തിൽ അവിടെ ചൊല്ലുമ്പോൾ ബഹുമാനപ്പെട്ട തോമസ് ഐസക് മിനിസ്റ്റർ, അതുപോലെ ബഹുമാനിയായ ഹരിത കേരളം മിഷൻ്റെ ഉപാധ്യക്ഷൻ ഡോക്ടർ TN സീമ അവർക്കൊപ്പം പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് രാജീവ്, പ്രസിഡന്റ്, ഞങ്ങളെല്ലാവരും കൂടെ ഈ പദ്ധതിയുടെ പ്രവർത്തനങ്ങൾ ആലോചിക്കുന്നതിന് വേണ്ടി ആദ്യം അവിടെ ചെല്ലുമ്പോൾ അവിടെ വാസ്തവത്തിൽ ഒരാൾ പൊക്കത്തിൽ വളർന്നു നിന്ന മരങ്ങളും സസ്യങ്ങളും ഉൾപ്പെടെയുള്ള അവിടെയൊക്കെ പോയി കണ്ടാൽ ഇവിടെ ഒരു നദി ഉണ്ടായിരുന്നു എന്ന് ആരും വിശ്വസിക്കില്ലായിരുന്നു. അപ്പോൾ അത് പമ്പയിൽ നിന്ന് ആദിപമ്പ വരട്ടാറിനെ തടഞ്ഞുകൊണ്ട് അശാസ്ത്രീയമായ പല മനുഷ്യനിർമ്മിതികളും അവിടെ ഉണ്ടായിട്ടുണ്ട്, ചപ്പാത്തുകൾ ഉൾപ്പെടെയുള്ളവ. അവ പൊളിച്ചു മാറ്റണം. അതോടൊപ്പം തന്നെ ഇതിൻ്റെ നദിയുടെ മാർഗങ്ങളെ വീണ്ടെടുക്കണം. മണ്ണും സസ്യങ്ങളും മരങ്ങളും ഒക്കെ വളർന്നു നിൽക്കുന്ന പുഴയുടെ മാർഗത്തെ, നദിയുടെ മാർഗത്തെ വീണ്ടെടുക്കണം. വലിയ ശ്രമകരമായിട്ടുള്ളൊരു പദ്ധതിയായിരുന്നു. അന്ന് ആ മഴക്കാലം, അന്ന് അതിനുശേഷമുള്ള ആദ്യ മഴ പെയ്തപ്പോൾ അവിടുന്ന് നാട്ടുകാർ തന്നെ വിളിച്ച് പറയുവാൻ തുടങ്ങി, ഇത്തവണ നമുക്ക് വെള്ളം ഒഴുകാൻ തുടങ്ങിയിട്ടുണ്ട്, നമുക്ക് മെഷീൻ ഇറക്കിയാൽ നമുക്കിതിൻ്റെ മാർഗം സുഗമമാക്കാൻ കഴിയും എന്ന് പറയുകയുണ്ടായി. അങ്ങനെ തുടങ്ങിയ വലിയൊരു ജനകീയ പങ്കാളിത്തത്തോടെ തുടങ്ങിയ ഒരു മിഷൻ സംസ്ഥാന സർക്കാർ ഈ മനുഷ്യനിർമ്മിതികൾ, അതായത് ചപ്പാത്തുകൾ ഉൾപ്പെടെ ഈ നദിയെ തടഞ്ഞുകൊണ്ട് നിർമ്മിച്ച ചപ്പാത്തുകൾ ഉൾപ്പെടെ പൊളിച്ചു മാറ്റി അവിടെ പാലങ്ങൾ നിർമ്മിച്ചുകൊണ്ട് നദിക്ക് ഒഴുകുന്ന മാർഗങ്ങൾ തടസ്സപ്പെടാത്ത രീതിയിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ബജറ്റിലൂടെ അനുവദിച്ചു. അത് പുതുക്കുളങ്ങര പാലം നിർമ്മാണം പുരോഗമിക്കുകയാണ്. അതോടൊപ്പം തന്നെ വഞ്ചിപ്പോട്ടിൽ കടവ് പാലം, അവിടെ അന്ന് ചെങ്ങന്നൂർ MLA ആയിരുന്ന KKR അദ്ദേഹം നമ്മോട് വിട പറഞ്ഞു. അദ്ദേഹവും ഒത്ത് പ്രവർത്തിച്ച ഒരു കാലഘട്ടം ഞാൻ ഓർക്കുകയാണ്.
ആ രീതിയിൽ പിന്നീട് ഇങ്ങോട്ട് പത്തനംതിട്ട ജില്ലയിൽ തന്നെ ഒട്ടേറെ പുഴകളും നദികളും വീണ്ടെടുക്കുകയുണ്ടായി. വരട്ടാർ അതുകൊണ്ട് എന്നും ഈ പൊതുപ്രവർത്തന ജീവിതത്തിൽ തന്നെ എന്നും ഓർമ്മിക്കപ്പെടുന്ന ഒരു സംഭവം കൂടിയായി, അല്ലെങ്കിൽ ഒരു പ്രവർത്തനം കൂടിയായി വരട്ടാർ മാറിയിട്ടുണ്ട്. പത്തനംതിട്ട ജില്ലയ്ക്ക് അനുവദിച്ച കിഫ്ബി റോഡുകളിൽ ആദ്യം പൂർത്തീകരിച്ച കിഫ്ബി റോഡാണ് കോഴഞ്ചേരി മണാരക്കുളഞ്ഞി റോഡ്. 23.5 കോടി രൂപയ്ക്കാണ് ഈ റോഡ് അനുവദിക്കപ്പെട്ടത്. 20,80,00,000 രൂപയ്ക്ക് ഈ റോഡ് പൂർത്തീകരിക്കപ്പെട്ടു. കോഴഞ്ചേരി പഞ്ചായത്തിലൂടെയും നാരങ്ങാനം പഞ്ചായത്തിലൂടെയും കടന്നു പോകുന്ന ഈ റോഡ് ചെന്നിറങ്ങുന്നത് മണ്ണാരക്കുളഞ്ഞിയിലാണ്. അതായത് മലയോര ഹൈവേ കടന്നു പോകുന്ന ഭാഗത്തേക്കാണ് ഈ റോഡ് ചെന്നിറങ്ങുക. അപ്പോൾ ഇതൊരു കണക്റ്റഡ് ആയിട്ടുള്ളൊരു വികസനമാണ്. ഈ റോഡിൻ്റെ പ്രത്യേകത, നാരങ്ങാനം ഒരു ഗ്രാമീണ മേഖലയാണ്. അതുപോലെ കോഴഞ്ചേരിയുടെ ഒരു ഭാഗം ഒരു ടൗൺ ഏരിയയും അതിനുശേഷം ഒരു ഗ്രാമീണ മേഖലയുമാണ്. അപ്പോൾ ഈ റോഡ് വന്നതിന് ശേഷം ഈ റോഡിൻ്റെ ഇരുവശങ്ങളിലുമുള്ള പുതിയ പുതിയ സ്ഥാപനങ്ങളുണ്ടായി. ബാങ്കുകൾ, സൂപ്പർ മാർക്കറ്റുകൾ, അങ്ങനെ ഒട്ടേറെ പുതിയ സ്ഥാപനങ്ങൾ. അതുപോലെ ശബരിമല തീർത്ഥാടകർക്ക് ഒരു എളുപ്പമാർഗം കൂടിയാണ് ഇത്. കോഴഞ്ചേരിയിൽ വന്നത് അവർക്ക് മണാരക്കുളഞ്ഞിയിലേക്ക് ഇറങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള എളുപ്പമാർഗം കൂടിയാണ്. അപ്പോൾ നാടിൻ്റെ വികസനത്തെ സംബന്ധിച്ചിടത്തോളം, മലയോര മേഖലയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു നിർമ്മാണമായിരുന്നു ഇത്. അതുപോലെ തന്നെ ഈ റോഡ് നിർമ്മിക്കുമ്പോൾ ഇടയ്ക്ക് ഡക്റ്റുകൾ ഇട്ടുകൊണ്ടാണ്. അതായത് നമ്മുടെ മറ്റ് ലൈനുകൾ, അതായത് വാട്ടർ ലൈൻ അല്ലെങ്കിൽ മറ്റ് കേബിളൊക്കെ വലിക്കുന്നതിന് പിന്നെ ഇനിയും ഈ റോഡ് വെട്ടിപ്പൊളിക്കേണ്ട കാര്യമില്ല. ഇടയ്ക്ക് ഡക്റ്റുകൾ ഇട്ടുകൊണ്ട് അതിലൂടെ ഈ ലൈനുകൾ, മറ്റ് കണക്ഷനുകൾ, വാട്ടർ കണക്ഷൻ ആണെങ്കിലും അല്ലെങ്കിൽ മറ്റ് കേബിളുകൾ അതിലൂടെ എടുക്കത്തക്ക രീതിയിലുള്ള സംവിധാനങ്ങളും ഈ റോഡിൻ്റെ നിർമ്മാണത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അങ്ങനെ വളരെ സന്തോഷത്തോടെ ബഹുമാന്യനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അദ്ദേഹമാണ് ഇത് നാടിന് വേണ്ടി സമർപ്പിച്ചത്. 2016 ആറന്മുള നിയോജക മണ്ഡലത്തിലെ ജനപ്രതിനിധിയായി തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ ഏറ്റെടുത്ത പ്രധാന വിഷയങ്ങളിലൊന്ന് ആളുകൾക്ക് വീടുകൾ നിർമ്മിച്ചു നൽകുക എന്നുള്ളതാണ്. അതിൽ വളരെ പ്രധാനപ്പെട്ടത് പല പദ്ധതികളിലൂടെ പണം ലഭിച്ചു. എന്നാൽ ആ പണം പൂർണ്ണമായി ഉപയോഗിക്കാൻ കഴിഞ്ഞില്ല, വീടുകൾ നിർമ്മിക്കാൻ കഴിഞ്ഞില്ല. ചിലത് അടിത്തറ മാത്രം, ഫൗണ്ടേഷൻ മാത്രമേ ഇടാൻ കഴിഞ്ഞുള്ളൂ, അല്ലെങ്കിൽ ചില ഭിത്തികൾ മാത്രമേ നിർമ്മിക്കാൻ കഴിഞ്ഞുള്ളൂ. അങ്ങനെ ഒട്ടേറെ ആളുകൾ ഇവർക്ക് എങ്ങനെ ഈ ഒരു വീടുകൾ പൂർത്തീകരിക്കുന്നതിന് സഹായിക്കാം എന്ന് അതുവരെ പുതിയ വീടുകൾ നിർമ്മിച്ചു നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള, അല്ലെങ്കിൽ വീടുകളുടെ മെയിൻ്റനൻസിന് വേണ്ടിയിട്ടുള്ള, പണി പൂർത്തീകരിക്കാത്ത വീടുകളുടെ ഒരു പൂർത്തീകരണം സംബന്ധിച്ച ഒരു പ്രോജക്റ്റ് ഉണ്ടാകണം എന്ന് ആലോചിച്ചു. അങ്ങനെ മെഴുവേലി പഞ്ചായത്തിൽ ഒരു പൈലറ്റ് പ്രോജക്റ്റ് ഏറ്റെടുത്തു. അതൊരു പൈലറ്റ് പ്രോജക്റ്റ് ആയിരുന്നു. അതായത് ഒരുമ എന്ന ഒരു കൂട്ടായ്മയിലൂടെ മെഴുവേലി ഗ്രാമപഞ്ചായത്തിൽ കുറേയേറെ പേർ, 28 പേരായിരുന്നു, പ്രധാനമായും SC വിഭാഗത്തിൽപ്പെട്ട പണി പൂർത്തീകരിക്കാത്ത വീടുകൾ ഉള്ളവർ, വാടകയ്ക്ക് താമസിക്കുന്ന, അല്ലെങ്കിൽ ഈ ഫൗണ്ടേഷൻ ഇട്ടിട്ട് തൊട്ടടുത്ത് ഒരു ചെറിയ ടെൻ്റ് അടിച്ച് ഒരു ഷീറ്റ് വലിച്ചു കെട്ടി അതിനടിയിൽ താമസിക്കുന്നവർ. അപ്പോൾ ഇവർക്ക് അതിനു മുൻപുള്ള പല പദ്ധതികളിലൂടെയും പണം ലഭിച്ചുവെങ്കിലും അവർക്കത് പൂർണ്ണമായി വിനിയോഗിക്കാൻ കഴിഞ്ഞില്ല. ഓരോ കേസും നമ്മൾ സ്റ്റഡി ചെയ്തു. എന്തുകൊണ്ട് ഇത് നടത്തുന്നില്ല, എന്തുകൊണ്ട് പൂർത്തീകരിച്ചില്ല. അതിൽ ആ പഠനം വലിയ തലങ്ങളിലേക്ക് അതിനെ എത്തിച്ചു എന്നുള്ളത് വേണം പറയാൻ. അതായത് ഇപ്പം നമ്മൾ വിചാരിക്കും മദ്യപിച്ചിട്ട് പണം ചെലവഴിച്ചു, അല്ലെ പണം അനാവശ്യമായി ചെലവഴിച്ചു, നിർമ്മിച്ചില്ല. അങ്ങനെ ഒരു കേസ് പോലും ഉണ്ടായിരുന്നില്ല. ഒന്നുകിൽ ക്യാൻസർ പോലെയുള്ള രോഗത്തിന് പണം ആവശ്യമായി വന്ന അത് ഈ പണം ചികിത്സയ്ക്ക് വേണ്ടി എടുത്തവർ, അല്ലെങ്കിൽ പെൺമക്കളെ വിവാഹം കഴിച്ചയക്കുവാൻ വേണ്ടി ഈ പണം ഉപയോഗിച്ചവർ, അല്ലെങ്കിൽ മൂന്നാമതൊരു കാറ്റഗറി കൂടിയുണ്ട്. അതായത് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യമില്ലാതെ, റോഡില്ലാതെ തല ചുമ്മി കരിങ്കല്ലും ഇഷ്ടികയും സിമെൻറ്റും എത്തിക്കേണ്ട വന്ന്, അതുകൊണ്ട് പണിക്കൂലി ഒരുപാടായി പണി പൂർത്തീകരിക്കാൻ കഴിയാത്തവർ. അപ്പോൾ ഇവർക്ക് വേണ്ടിയിട്ട് ഒരു പദ്ധതി ആവിഷ്കരിച്ച് 28 പേരെയും ഒന്നിച്ച് കണ്ടെത്തി അർഹരായിട്ടുള്ള ഇവർക്ക്, അങ്ങനെ ബഹുമാന്യനായ ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക് അദ്ദേഹം തന്നെ മെഴുവേലിയിലേക്ക് എത്തി. ലൈഫ് മിഷൻ്റെയൊക്കെ പ്രവർത്തനങ്ങൾ തുടങ്ങുന്നതിനൊക്കെ മുൻപാണ് അദ്ദേഹം എത്തി. അതുപോലെ തന്നെ മിനിസ്റ്ററുടെ വലിയ രീതിയിലുള്ള നേതൃത്വവും സഹായവും അതിലുണ്ടായി. അതുപോലെ തന്നെ AK ബാലൻ മിനിസ്റ്ററുടെയും വലിയ വകുപ്പിൻ്റെയും വലിയ സഹായം അതിലുണ്ടായി. 28 വീടുകളും പൂർത്തീകരിക്കുന്നതിന് സാധിച്ചു. അപ്പോൾ ലൈഫിൻ്റെ ഒരു പൈലറ്റ് പ്രോജക്റ്റായിരുന്നു ഒരുമ. മെഴുവേലി ഗ്രാമപഞ്ചായത്തിലെ ഒരുമ എന്ന് ഉള്ളതിൽ വളരെയധികം സന്തോഷമുണ്ട്. അതിന് വലിയൊരു മിഷന് തുടക്കം കുറിക്കാൻ സാധിച്ചു അല്ലേ? അതാണ് പറഞ്ഞിരുന്നത് അല്ലേ? നിശ്ചയമായിട്ടും കിരൺ. കാരണം അങ്ങനെയുള്ള ഒരു വലിയ മിഷനിലേക്ക് അതിന് ഒരു തുടക്കം കുറിക്കുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനം നിശ്ചയമായിട്ടും ഒരു എക്സ്പെരിമെന്റൽ വേർഷനായിരുന്നു. അതിൽ എന്തൊക്കെയാണ്, അതിൽ നിന്നുള്ള പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് പിന്നീടുള്ള നമ്മുടെ ലൈഫിലെ തന്നെ തുടർ. കാരണം ലൈഫിൻ്റെ ആദ്യത്തെ ഭാഗം വരുന്നത് പണി പൂർത്തീകരിക്കാത്ത വീടുകളുടെ പൂർത്തീകരണമായിരുന്നു, ഫസ്റ്റ് പാർട്ട്. സെക്കൻഡ് പാർട്ടാണ് നമ്മൾ സ്ഥലമില്ല, വീട്
സ്ഥലമുണ്ട് വീടില്ലാത്തവർക്ക് വേണ്ടിയിട്ടുള്ളത്, അതോടൊപ്പം തന്നെ വീടുമില്ല സ്ഥലവുമില്ല, അങ്ങനെ ഡിഫറെൻറ്റ് കാറ്റഗറി. അതിൽ ആദ്യത്തെ കാറ്റഗറിയിലേക്ക് എത്തപ്പെട്ടത് ഒരുമയിലൂടെയാണ്. അപ്പോൾ ഞാൻ MLAയോട് ഇപ്പോൾ നമ്മുടെ മണ്ഡലത്തിൽ ലൈഫ് മിഷൻ്റെ എത്ര വീഡിയോകൾ ചെയ്തിട്ടുണ്ട്, അത്തരത്തിലുള്ളൊരു വീട് കാണിക്കാമെന്ന് ചോദിച്ചാൽ മാഡം കാണിക്കുന്ന വീടാണിത്. വളരെ നല്ല രീതിയിൽ ഫിനിഷിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വീടിൻ്റെ വിശേഷങ്ങൾ മാഡത്തിനോടൊപ്പം ചോദിക്കുക. അതോടൊപ്പം തന്നെ ലൈഫ് മിഷനിൽ വീട് കിട്ടാൻ നമ്മൾ സാധാരണക്കാർ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നും ആ കാര്യത്തിന് ഒരു ക്ലാരിറ്റി തരാൻ നമുക്ക് മാഡത്തിനോട് ചോദിച്ചു നോക്കാം. എല്ലാവർക്കും പാർപ്പിടം, ഒരു വീട് എന്നുള്ളതാണ് സംസ്ഥാന സർക്കാരിൻ്റെ നയം. അതിൻ്റെ ഭാഗമായിട്ടാണ് 4 മിഷനുകൾ ആവിഷ്കരിച്ചതിൽ ഒന്നാണ് ലൈഫ് മിഷൻ. ലൈഫ് മിഷനിലൂടെ 3 കാറ്റഗറിയിലാണ്. ഒന്ന് പൂർത്തീകരിക്കാത്ത വീടുകളുടെ പൂർത്തീകരണം, അത് ആദ്യഘട്ടത്തിൽ ചെയ്തു. അതിനുശേഷം ഉണ്ട് എന്നാൽ വീടില്ല, അങ്ങനെയുള്ളവർക്കുള്ള വീടുകൾ. അതോടൊപ്പം തന്നെ മൂന്നാമത്തേത് സ്ഥലവും ഇല്ല വീടും ഇല്ല, അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ആറന്മുള നിയോജക മണ്ഡലത്തിൽ നിരവധി വീടുകൾ എല്ലാ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റിയിലും 13 തദ്ദേശ സ്ഥാപന പരിധിയിലും ലൈഫ് മിഷനിലൂടെ വീടുകൾ വെച്ച് നൽകിയിട്ടുണ്ട്. അങ്ങനെയുള്ളൊരു വീടിൻ്റെ മുറ്റത്താണ് നമ്മൾ നിൽക്കുന്നത്. 4 ലക്ഷം രൂപയാണ് സംസ്ഥാന സർക്കാർ ഒരു വീട് പൂർണ്ണമായും വെക്കുന്നതിന് കൊടുക്കുക. അതിൽ സ്വന്തമായി സ്ഥലം ഉണ്ടാകണം. സ്ഥലമില്ലാത്തവർക്ക് ഭൂരഹിതർക്കുള്ളത് മറ്റൊരു സ്കീമിൽ, ലൈഫിൽ തന്നെയുള്ള മറ്റൊരു സ്കീമിലുണ്ട്. ഭൂമിയുമില്ല വീടുമില്ലാത്തവർക്ക്. അപ്പം സ്ഥലമുള്ളവർക്ക് അതോടൊപ്പം തന്നെ ഈ ലൈഫിൽ വീട് ലഭിക്കുന്നതിന് വേണ്ടി ഒരു റേഷൻ കാർഡ് അവർക്ക് ഉണ്ടാകണം. ആ റേഷൻ കാർഡിൽ മറ്റ് വീട് ഉണ്ടാകരുത്. അതായത് ഈ റേഷൻ കാർഡിലുള്ള ഒരാൾക്ക് വീടില്ല എങ്കിൽ, ഇതിലെ അംഗത്തിനൊരു വീടില്ല എങ്കിൽ മറ്റൊരാൾക്ക്, അതായത് ഗൃഹനാഥയ്ക്ക് വീട് ഉണ്ട് എങ്കിൽ ഇതിലെ മറ്റൊരു അംഗത്തിന് മറ്റൊരു വീട് ലഭിക്കില്ല. അപ്പോൾ സ്വന്തമായി ഒരു റേഷൻ കാർഡ് ഉണ്ടാകണം. അങ്ങനെ നിരവധി കുടുംബങ്ങൾക്ക് വീട് നൽകുന്നതിന് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നിലവിലൊരു വീടുണ്ട്, എന്നാൽ ആ വീട് ദ്രവിച്ചതാണ്, അല്ലെങ്കിൽ അതിനകത്ത് താമസിക്കാൻ കൊള്ളില്ല. അങ്ങനെയാണെങ്കിൽ അവർക്കും ലൈഫ് മിഷന് വീട് കിട്ടും. എങ്ങനെയാണെന്ന് വെച്ചാൽ പഞ്ചായത്ത് സർട്ടിഫൈ ചെയ്യണം, അല്ലെങ്കിൽ ബന്ധപ്പെട്ട അധികാരികൾ സർട്ടിഫൈ ചെയ്യണം ഈ വീട് ഉപയോഗയോഗ്യമല്ല, വാസയോഗ്യമല്ല എന്ന് സാങ്കേതികമായി സർട്ടിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ലൈഫിൽ തന്നെ പുതിയ വീട് ലഭിക്കുന്നതാണ്. അങ്ങനെ നിരവധി വീടുകൾ, പ്രത്യേകിച്ച് നമ്മുടെ ലക്ഷം വീട് കോളനികളിലൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് വെച്ചിട്ടുള്ള വീടുകൾ ഒട്ടും താമസിക്കാൻ കഴിയാതെ ദ്രവിച്ച് തുടങ്ങിയ, അല്ലെങ്കിൽ ആ രീതിയിൽ ആയിട്ടുള്ള വീടുകൾ, പുതിയ വീടുകൾ അനുവദിക്കുന്നുണ്ട്. അപ്പോൾ നിലവിൽ വീടുണ്ട്, താമസയോഗ്യമല്ലാത്ത വാസയോഗ്യമല്ലാത്ത വീടുകൾക്കും ആളുകൾക്കും വീടുകൾ കൊടുക്കുന്നുണ്ട്. അതുപോലെ സംസ്ഥാന സർക്കാരിൻ്റെ ലൈഫ് മിഷനിൽ പെടുത്തിയാണ് സത്യവതി അമ്മയ്ക്ക്, ഈ അമ്മയ്ക്ക് ഈ വീട് ലഭിച്ചത്. അമ്മയ്ക്ക് 2 മക്കളാണുള്ളത്. ഒരു മകനുണ്ട്, അവിവാഹിതനാണ്, രതീഷ്. ഇപ്പോൾ കാണുന്നത് പോലെ 4 ലക്ഷം രൂപയും സംസ്ഥാന സർക്കാർ ഈ ലൈഫ് മിഷൻ്റെ പദ്ധതിയിൽപ്പെടുത്തി ഈ വീടിന് നൽകി. അതുകൂടാതെ അമ്മയുടെ മകനൊരു പെയിൻറ്റിങ് ചെയ്യുന്ന ഒരാളാണ്. അദ്ദേഹം വളരെ മനോഹരമായി പെയിൻറ്റ് ചെയ്ത് ഈ വീട് വൃത്തിയാക്കിയിട്ടുണ്ട്. ഇപ്പോൾ തടിപ്പണി പോലെ തോന്നിക്കത്തക്ക രീതിയിൽ അദ്ദേഹം പെയിൻറ്റിങ് വർക്കുകളൊക്കെ നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ടൈൽ വർക്കും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സർക്കാർ കൊടുത്ത 4 ലക്ഷം രൂപ കൊണ്ട് വീട് പൂർത്തീകരിച്ചതിന് ശേഷം ഇങ്ങനെയുള്ള വീടിൻ്റെ മോടി കൂട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളും രതീഷും സത്യവതി അമ്മയും ഒക്കെ ചേർന്ന് നടത്തിയിട്ടുണ്ട്. ഇങ്ങനെ എല്ലാ വീടുകളും 4 ലക്ഷം രൂപ എന്നുള്ളത് വാസ്തവത്തിൽ സർക്കാർ വന്നതിന് ശേഷമാണ് ഈ സർക്കാർ കൂട്ടിക്കൊടുത്തത്. നേരത്തെ ഉണ്ടായിരുന്ന തുകയിൽ നിന്ന് ഇരട്ടിയോളം തുക പാർപ്പിടത്തിന് വേണ്ടിയിട്ട് കൂട്ടിക്കൊടുത്തു. അങ്ങനെയാണ് 4 ലക്ഷം രൂപ എന്നുള്ളതിലേക്ക് എത്തപ്പെട്ടത്. പത്തനംതിട്ട ജനറൽ ആശുപത്രിക്ക് MLA ഫണ്ടിൽ നിന്ന്, പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് നൽകിയ ബേസിക് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ് ആണ് ഇത്, BLS ആംബുലൻസ്. നമ്മുടെ പത്തനംതിട്ട ജനറൽ ആശുപത്രിക്ക് BLS ആംബുലൻസ് ഇല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഏതാണ്ട് 21 ലക്ഷത്തോളം രൂപയാണ് ഈ ആംബുലൻസിന് MLA ഫണ്ടിൽ നിന്ന് അനുവദിച്ചത്. ഇപ്പോൾ അല്പസമയത്തിന് മുൻപാണ് ഇത് ആശുപത്രിയിലെത്തിയത്. ഇനി ഇതിൻ്റെ രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തീകരിക്കേണ്ടതായിട്ടുണ്ട്. നമുക്കറിയാം പത്തനംതിട്ട ജനറൽ ആശുപത്രി ഒരു കോവിഡ് ഹോസ്പിറ്റലാണ്. അപ്പോൾ ഈ ഹോസ്പിറ്റലിൽ അതോടൊപ്പം തന്നെ മറ്റ് പേഷ്യൻസും ഉണ്ട്. അതുപോലെ ഇവിടെ കാർഡിയോളജി വിഭാഗം 24 മണിക്കൂറും പ്രവർത്തിക്കുന്നതാണ്, കാത്ത് ലാബും. അപ്പോൾ ഏറ്റവും ആവശ്യമാണ് ഒരു ബേസിക് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ്. അത് ഈ ഹോസ്പിറ്റലിന് ലഭ്യമാക്കാൻ കഴിഞ്ഞതിലുള്ള എല്ലാവിധമായിട്ടുള്ള സന്തോഷവുമുണ്ട്. ഇതിൽ നമുക്ക് കാണാൻ കഴിയും ഒരു ഓക്സിജൻ ഉൾപ്പെടെ പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉള്ള എല്ലാ ക്രമീകരണങ്ങളും, അതുപോലെ മറ്റ് മെഡിസിൻസ് കീപ്പ് ചെയ്ത്, അതുപോലെ ഒരു ബേസിക്കായി നമുക്ക് ലൈഫ് സപ്പോർട്ട് ചെയ്തുകൊണ്ട് മറ്റ് സ്ഥലങ്ങളിലേക്ക് അല്ലെങ്കിൽ കൂടുതൽ മെഡിക്കൽ കോളേജുകളിലേക്കോ അങ്ങനെ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും ഈ ആംബുലൻസിലുണ്ട്. പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. 4 വർഷം മുൻപ് വരെ 2016 മെയ് മാസത്തിന് മുൻപ് ഒരു കടുത്ത പനി ഉണ്ടായാൽ
റെഫർ ചെയ്ത് മെഡിക്കൽ കോളേജിലേക്ക് വിടേണ്ട ഒരു സ്ഥിതിയായിരുന്നു ഈ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നത്. പക്ഷേ ഇന്ന് ഇതൊരു സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണ്. കാർഡിയോളജി, നെഫ്രോളജി, ന്യൂറോളജി ഒക്കെ ഉൾപ്പെടുന്ന സ്പെഷ്യാലിറ്റി സർവീസുകൾ നൽകപ്പെടുന്ന ഒരു സ്പെഷ്യാലിറ്റി ആശുപത്രിയായി ഈ ആശുപത്രിയെ ഉയർത്തിയിട്ടുണ്ട്. ഇതിൻ്റെ രൂപം തന്നെ, ആശുപത്രിയുടെ രൂപവും ഭാവവും ഈ ഒരു കാലഘട്ടം കൊണ്ട് ആർദ്ര മിഷനിൽ പെടുത്തി നമ്മൾ പദ്ധതികൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് ഇവിടെ വലിയ മാറ്റങ്ങൾ ഈ ആശുപത്രിക്ക് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഇതൊരു കോവിഡ് ഹോസ്പിറ്റലാണ്. പക്ഷേ ഈ കോവിഡ് ഹോസ്പിറ്റലായി ജനറൽ ആശുപത്രി പ്രവർത്തിക്കുമ്പോൾ തന്നെ ഇവിടെ കാത്ത് ലാബും കാർഡിയോളജി വിഭാഗവും 24 മണിക്കൂറും പ്രവർത്തിക്കുന്നുണ്ട്. ഇവിടെ ശബരിമലയുടെ ബേസ് ഹോസ്പിറ്റലാണ് ഇവിടെ. അപ്പോൾ 2016 മുൻപ് ഒരു ശബരിമല സീസണിലോ അല്ലെങ്കിൽ ശബരിമലയിൽ എത്തുന്ന ഒരു അയ്യപ്പ ഭക്തന് ഹൃദ്രോഗമോ നെഞ്ചുവേനയോ ഉണ്ടായാൽ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു പതിവ്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. സംസ്ഥാന സർക്കാർ ആർദ്ര മിഷനിൽ ഉൾപ്പെടുത്തി 8.5 കോടി രൂപ അനുവദിച്ചുകൊണ്ട് കാർഡിയോളജിയും കാത്ത് ലാബും അനുവദിച്ചു. അപ്പോൾ കാത്ത് ലാബിൽ ഈ ഒരു കാലഘട്ടം കൊണ്ട് ഏതാണ്ട് 3000 ടെസ്റ്റുകൾ നടത്തി. അതിൽ 250ഓളം പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി കാത്ത് ലാബിൽ നടത്തുവാൻ കഴിഞ്ഞു. ബഹുമാന്യയായ ആരോഗ്യവകുപ്പ് മന്ത്രി ശൈലജ ടീച്ചർ തന്നെയാണ് വന്ന് ഈ കാത്ത് ലാബ് ഉദ്ഘാടനം ചെയ്ത് നാടിനെ സമർപ്പിച്ചത്. ഈ കോവിഡ് കാലത്തും കോവിഡ് രോഗികളും അല്ലെങ്കിൽ പരിശോധനയ്ക്ക് വരുന്നവരും കാർഡിയാക് പേഷ്യൻസും ഹൃദ്രോഗികളും തമ്മിൽ ഇടപഴകാതിരിക്കാൻ വേണ്ടി പ്രത്യേകമായിട്ടുള്ളൊരു പാസേജ് അത് MLA ഫണ്ടിൽ നിന്ന് തന്നെ അനുവദിച്ച് 16 ലക്ഷം രൂപ ഉപയോഗിച്ച് നിർമ്മിച്ചുകൊണ്ട് അത് പ്രത്യേകമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. വളരെ വളരെ മിടുക്കരായിട്ടുള്ള ഡോക്ടേഴ്സും നഴ്സസും മറ്റ് ടെക്നിക്കൽ സ്റ്റാഫുമാണ്, ടെക്നീഷ്യൻസുമാണ് കാത്ത് ലാബിലുള്ളത്. അത് നാടിന് നൽകുവാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. പത്തനംതിട്ട ജില്ലയിൽ ഈ ഒരു കാലഘട്ടത്തിൽ സംസ്ഥാന സർക്കാർ ആർദ്ര മിഷനിലൂടെ നൽകിയ ഏറ്റവും മികച്ച സംഭാവനകളിൽ ഒന്നാണ് ഈ കാത്ത് ലാബ്. അതുപോലെ തന്നെ ഇപ്പോൾ ഇവിടെ ന്യൂറോളജി ഉണ്ട്, നെഫ്രോളജി ഉണ്ട്, സ്ട്രോക്ക് സ്റ്റെബിലൈസേഷൻ യൂണിറ്റും ഇവിടെ പ്രവർത്തനം ആരംഭിക്കുന്നതിന് കഴിഞ്ഞു. അതുപോലെ കോഴഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ ഡയാലിസിസ് യൂണിറ്റുകൾ, RO പ്ലാന്റൊക്കെ അനുവദിച്ചുകൊണ്ട് ഇപ്പോൾ ഒരു ആഴ്ചയിൽ ഏതാണ്ട് 340ഓളം 400-നടുത്ത് ഡയാലിസിസുകൾ ഇവിടെ നടക്കുന്നുണ്ട്. കോവിഡ് പോസിറ്റീവ് ആയവർക്കും ഡയാലിസിസ് ആവശ്യമുള്ളവർക്ക് അവിടെ ഡയാലിസിസ് നടത്തുന്നുണ്ട്. അതുകൂടാതെ PH ലാബ്, ഒരു റീജിയണൽ പബ്ലിക് ഹെൽത്ത് ലാബ് കോഴഞ്ചേരിയിൽ ആരംഭിക്കുന്നതിന് കഴിഞ്ഞു. ആ റീജിയണൽ പബ്ലിക് ഹെൽത്ത് ലാബ് 3-4 ജില്ലകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. 14 പുതിയ തസ്തികകൾ അവിടെ 2017 ഈ സർക്കാരാണ് അനുവദിച്ചത്. ബഹുമാനിയായ ആരോഗ്യവകുപ്പ് മന്ത്രി ശൈലജ ടീച്ചർ തന്നെയാണ് PH ലാബിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. ആ PH ലാബിലാണ് ഇപ്പോൾ നമ്മൾ RT-PCR ടെസ്റ്റും അതുപോലെ ട്രൂനാറ്റ് ടെസ്റ്റും കോവിഡ് സംബന്ധിച്ച ടെസ്റ്റുകൾ നടത്തുന്നത്. പത്തനംതിട്ട ജില്ലയിലെ സാമ്പിളുകൾ നമ്മൾ അവിടെ തന്നെയാണ് ടെസ്റ്റ് ചെയ്യുന്നത്. അതുകൂടാതെ നമ്മുടെ ജനറൽ ആശുപത്രിയിൽ തന്നെ ലക്ഷ്യ പദ്ധതിയിൽ പെടുത്തി നമ്മുടെ ലേബർ റൂമിൻ്റെ നവീകരണം നടത്തിയിട്ടുണ്ട്. അതുപോലെ ആർട്ടിഫിഷ്യൽ ലിംബ് സെൻറ്റർ ഇപ്പോൾ ജനറൽ ആശുപത്രിക്ക് അനുവദിച്ചിട്ടുണ്ട്. അങ്ങനെ ഒട്ടേറെ പ്രവർത്തനങ്ങൾ. ഇപ്പോൾ ഈ ഹോസ്പിറ്റലിൻ്റെ അപ്പുറത്ത് 17 സെൻറ്റ് സ്ഥലത്ത് 8 കോടി രൂപയ്ക്ക് ഒരു പുതിയ ബ്ലോക്ക് വരികയാണ്. അതിന് സംസ്ഥാന സർക്കാർ ഫണ്ട് അനുവദിച്ച് അതിൻ്റെ ASന് വേണ്ടിയിട്ട് നമ്മൾ സമർപ്പിച്ചിരിക്കുകയാണ്. അതിൽ MLA ഫണ്ട് കൂടി ഉൾപ്പെടുത്തിയാണ് നമ്മൾ ചെയ്തത്. ഫാർമസി ബ്ലോക്കിന് വേണ്ടി MLA ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. ജില്ലാ ആശുപത്രിക്ക് ഒരു നേത്ര പരിചരണ വിഭാഗം പ്രത്യേകമായി 1.5 കോടി രൂപയ്ക്ക് അനുവദിച്ച് അത് ഉടനെ തന്നെ അതിൻ്റെ പ്രവർത്തനം, അതായത് ഫംഗ്ഷനിങ്, ഹോസ്പിറ്റലിൻ്റെ ആ ഡിപ്പാർട്ട്മെൻറ്റ് ഫംഗ്ഷനിങ് തുടങ്ങും. അതുകൂടാതെ 30 കോടി രൂപയുടെ ഒരു പുതിയ ബ്ലോക്ക് ജില്ലാ ആശുപത്രിയിൽ നമ്മൾ ആരംഭിക്കുകയാണ്. കാഷ്വാലിറ്റി OPക്ക് വേണ്ടി മാത്രമായി ഒരു ജില്ലാ ആശുപത്രിയിൽ ആരംഭിക്കുന്നുണ്ട്. അതുകൂടാതെ ആറന്മുള നിയോജക മണ്ഡലത്തിലെ ആരോഗ്യ കേന്ദ്രങ്ങളെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി ഉയർത്തുവാൻ കഴിഞ്ഞു. ആദ്യഘട്ടത്തിൽ ആർദ്ര മിഷൻ പദ്ധതിയിൽപ്പെടുത്തി ആരോഗ്യ കേന്ദ്രങ്ങളെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായി ഉയർത്തിയപ്പോൾ ആദ്യഘട്ടത്തിൽ തന്നെ ഓതറ PHC FHC ആയി ഉയർത്തി. അതുപോലെ തന്നെ ചെന്നീർക്കര PHC FHC ആയിട്ട് ഉയർത്തി. ഇപ്പോൾ അതുകൂടാതെ 5 പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെ കൂടി കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായി ഉയർത്തിയിട്ടുണ്ട്. അപ്പം 6 മണി വരെ അവിടെ OP ഉണ്ട്. അതുകൂടാതെ അവിടെ ലാബ് സൗകര്യമുണ്ട്. അപ്പം ആളുകൾക്ക് സ്പെഷ്യാലിറ്റി ആശുപത്രികളിലേക്ക് അല്ലെങ്കിൽ ജനറൽ ആശുപത്രിയിലേക്കോ ജില്ലാ ആശുപത്രിയിലേക്കോ വരേണ്ടതില്ല. അവരുടെ ഗ്രാമത്തിലുള്ള അവരുടെ പഞ്ചായത്തിലുള്ള ആശുപത്രിയിലേക്ക് പോയി അവിടെ ലാബ് പരിശോധന, അതായത് രക്തം പരിശോധിക്കുന്നതിനുൾപ്പെടെ അവർക്കവിടെ നടത്താവുന്നതാണ്. പിന്നെ സ്പെഷ്യാലിറ്റി സർവീസുകൾ ചെറിയ രീതിയിൽ ആരോഗ്യ കേന്ദ്രങ്ങളിൽ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിൽ ഓഫർ ചെയ്യപ്പെടുന്നുണ്ട്. 3 ഡോക്ടേഴ്സ് അവിടെ ഉണ്ടാകും, 3 നഴ്സസ് ഉണ്ടാകും. ആ രീതിയിൽ സ്റ്റാഫ് പാറ്റേണിലും മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ആരോഗ്യ മേഖലയെ സംബന്ധിച്ചിടത്തോളം വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുള്ള ഒരു കാലഘട്ടമാണ് ഇത്. പ്രധാനമായും നമ്മൾ ഫോക്കസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത് അടിസ്ഥാന സൗകര്യ വികസന മേഖല, ആരോഗ്യ മേഖല, വിദ്യാഭ്യാസ മേഖല, കുടിവെള്ളം, കാർഷിക രംഗം അങ്ങനെയാണ്. അപ്പോൾ അതിലേറ്റവും പ്രധാനപ്പെട്ടതായി വരുന്നത് ആരോഗ്യ മേഖലയിൽ ഒരു മേഖലയാണ് ആരോഗ്യ മേഖല. പത്തനംതിട്ട ജില്ലാ ആസ്ഥാനത്ത് അടിസ്ഥാന സൗകര്യ വികസന മേഖലയിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഡെവലപ്മെൻറ്റാണ് പത്തനംതിട്ടയിലെ ഫ്ലൈ ഓവർ, അബാൻ ജംഗ്ഷനിലെ ഫ്ലൈ ഓവർ. ഇവിടെ ശബരിമല സീസണിൽ ഏറ്റവും അധികം ഗതാഗത കുരുക്ക് അനുഭവപ്പെടുന്ന ഒരു ജംഗ്ഷനാണ്. ഇതൊരു ബോട്ടിൽ നെക്ക് പോലെയാണ് ഇവിടെ ഇരിക്കുന്നത്.
കുമ്പഴ ഭാഗത്ത് നിന്ന് വരുന്നവർക്ക് പത്തനംതിട്ടയിലേക്ക് പ്രവേശിക്കാൻ അത് പ്രയാസം നേരിടുന്നു. അതുപോലെ തന്നെ റിംഗ് റോഡിലും വലിയ ഗതാഗതക്കുരുക്ക് അനുഭവപ്പെടുന്ന ഒരു പ്രദേശം, ഒരു ജംഗ്ഷനാണിവിടെ. 50 കോടി രൂപയ്ക്കടുത്ത്, ഏതാണ്ട് 48 കോടി രൂപയ്ക്കാണ് കിഫ്ബി അന്തിമ ധനാനുമതി നൽകിയിരിക്കുന്നത്. 700 മീറ്ററോളമാണ് ഈ മേൽപ്പാലത്തിൻ്റെ നീളം. അതുപോലെ തന്നെ ഇതിന് ഒരു 3 ലൈൻ റോഡാണ് മേൽപ്പാലത്തിൽ ഉണ്ടാവുക. അതുകൂടാതെ താഴെ സൈഡ് റോഡുകൾ ഉണ്ടാകും. അപ്പോൾ പത്തനംതിട്ടയെ സംബന്ധിച്ചിടത്തോളം ഇതിപ്പം നിർദ്ദിഷ്ട എരുമേലി എയർപോർട്ടിലേക്ക് പോകാനുള്ള ഒരു എയർപോർട്ട് റോഡായി അടയാളപ്പെടുത്തപ്പെടുന്ന ഒരു റോഡ് കൂടിയാണ് ഇത്. അപ്പോൾ ആ രീതിയിൽ ഏറ്റവും അധികം പ്രാധാന്യമുള്ള ഒരു ജംഗ്ഷനിൽ അബാൻ ഫ്ലൈ ഓവർ അനുവദിക്കപ്പെട്ടു എന്നുള്ളത് വളരെയധികം സന്തോഷമുണ്ട്. ഒരു 25 വർഷത്തേക്കുള്ള പത്തനംതിട്ട ജില്ലയുടെ ഡെവലപ്മെൻറ്റിനെ, ജില്ലാ ആസ്ഥാനത്തിൻ്റെ ഡെവലപ്മെൻറ്റിനെ കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഇത് അനുവദിച്ചത്. നമുക്കറിയാം ഇതിന് തൊട്ടപ്പുറത്ത് സിവിൽ സ്റ്റേഷനാണ്. അപ്പോൾ സാധാരണ ഒരു വർക്കിംഗ് ഡേയിൽ വളരെ തിരക്കുകളാണ്. അപ്പുറത്ത് കോടതികൾ, ഇതിനപ്പുറത്താണ് ജുഡീഷ്യൽ കോംപ്ലക്സ് വരാൻ പോകുന്നത്. അപ്പോൾ എന്തുകൊണ്ടും വളരെയധികം പ്രാധാന്യമുള്ള ഒരു ജംഗ്ഷനാണ്. അബാൻ ജംഗ്ഷനിൽ ഒരു ട്രാഫിക് ബ്ലോക്ക് ഉണ്ടായാൽ അത് പത്തനംതിട്ട ടൗണിനെ മുഴുവൻ അഫക്റ്റ് ചെയ്യുന്ന ഒരു രീതിയാണുള്ളത്. കാരണം അതിൻ്റെ തൊട്ടപ്പുറത്താണ് നമുക്ക് സിവിൽ സ്റ്റേഷൻ ഉള്ളത്, കോടതികൾ ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത്. കോടതികൾ ജുഡീഷ്യൽ കോംപ്ലക്സ് വരുമ്പോൾ തൊട്ടപ്പുറത്തേക്ക് മാറ്റും. അപ്പോൾ അപ്പുറത്ത് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡുണ്ട്. ഇനി KSRTC ബസ് സ്റ്റാൻഡ് ഇപ്പുറത്ത് പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ടൗണിൻ്റെ ഒരു തിരക്കിനെ നിയന്ത്രിക്കുന്ന ഒരു ജംഗ്ഷൻ കൂടിയാണ് വാസ്തവത്തിൽ അബാൻ ജംഗ്ഷൻ. അപ്പോൾ അവിടെ ഒരു ഫ്ലൈ ഓവർ വരുന്നത് ടൗണിലെ ഗതാഗതക്കുരുക്കും അതുപോലെ കാൽനട യാത്രക്കാർക്കൊക്കെ സ്വൈര്യമായി നടക്കുന്നതിനും കടകളിൽ കയറുന്നതിനുമൊക്കെ യഥേഷ്ടം സൗകര്യം ലഭിക്കും. അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഡ്രീം പ്രോജക്റ്റാണ് വാസ്തവത്തിൽ. പത്തനംതിട്ടയുടെ ഒരു ഡ്രീം പ്രോജക്റ്റാണ് നമ്മുടെ അബാൻ ഫ്ലൈ ഓവർ. അതിൻ്റെ ടെൻഡർ നടപടികളിലേക്ക് കടക്കുകയാണ്. ടെൻഡർ പൂർത്തീകരിച്ചാൽ ഉടൻ തന്നെ നമുക്ക് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ കഴിയും. ഈ 4.5 വർഷക്കാലം ആറന്മുള നിയോജക മണ്ഡലത്തിൽ ഫോക്കസ്ഡായ പ്രവർത്തനങ്ങൾ നടത്തുവാൻ ശ്രമിച്ചിട്ടുള്ള മേഖലകൾ അടിസ്ഥാന സൗകര്യ വികസന മേഖല, വിദ്യാഭ്യാസ മേഖല, ആരോഗ്യ മേഖല, കുടിവെള്ളം, കാർഷിക രംഗം എന്നിങ്ങനെയാണ്. അതിൽ അടിസ്ഥാന സൗകര്യ വികസന മേഖലയിൽ കോഴഞ്ചേരി പാലം ഉൾപ്പെടെ ആജിലിമുട്ടിക്കടവ് പാലം, വയറപ്പുഴ പാലം, റോഡുകൾ, കോഴഞ്ചേരി മണ്ണാറക്കുളഞ്ഞി റോഡ്, മഞ്ഞനിക്കരയിലെ വന്നിട്ട് റോഡ്, അങ്ങനെ 35ഓളം റോഡുകൾ നമുക്ക് ഈ കാലഘട്ടത്തിൽ നിർമ്മിക്കാൻ കഴിഞ്ഞു. വിദ്യാഭ്യാസ രംഗത്ത് 78 സ്കൂളുകൾ ഹൈടെക്കായി. സംസ്ഥാന സർക്കാരിൻ്റെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൻ്റെ ഭാഗമായി എല്ലാ പൊതുവിദ്യാലയങ്ങളും, എയ്ഡഡ് സ്കൂളുകളും സർക്കാർ സ്കൂളുകളും ഹൈടെക്കായി. 8, 9, 10, 11, 12 ക്ലാസ്സുകൾ. 2017 തന്നെ MLA ഫണ്ടിൽ നിന്ന് എല്ലാ സർക്കാർ LP, UP സ്കൂളുകൾക്കും സ്മാർട്ട് ക്ലാസ്സുകൾ കൊടുത്തിരുന്നു. ബഹുമാന്യനായ മന്ത്രി രവീന്ദ്ര മാഷ് തന്നെയാണ് അന്ന് വന്ന് മണ്ഡലത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. അങ്ങനെ 78ഓളം സ്കൂളുകൾക്ക് ഇത് സ്മാർട്ട് ക്ലാസ് റൂമുകൾ നൽകുന്നതിന് സാധിച്ചു. അതുകൂടാതെ ഒട്ടേറെ എല്ലാ സ്കൂളുകളിലും, അതായത് ആറന്മുള നിയോജക മണ്ഡലത്തിലെ എല്ലാ പൊതുവിദ്യാലയങ്ങളിലും പബ്ലിക് ഫണ്ട് എത്തിയിട്ടുണ്ട്. ഈ കാലഘട്ടത്തിൽ 4.5 വർഷക്കാലം കൊണ്ട് ഒന്നുകിൽ ഗവൺമെൻറ്റിൻ്റെ, അല്ലെങ്കിൽ MLAയുടേത്, അല്ലെങ്കിൽ പഞ്ചായത്തിൻ്റെ, ആ രീതിയിലുള്ള പബ്ലിക് ഫണ്ട് എല്ലാ പൊതുവിദ്യാലയങ്ങളിലും എത്തിയിട്ടുണ്ട്. കോഴഞ്ചേരി ഗവൺമെൻറ് ഹൈസ്കൂളിനെയാണ് മികവിൻ്റെ കേന്ദ്രമാക്കാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത്. 5 കോടി രൂപ സംസ്ഥാന സർക്കാർ, 1 കോടി രൂപ MLA ഫണ്ട്. നാരങ്ങാനം സ്കൂളിൽ 6 കോടി രൂപ, കടമറ്റ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 6 കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനമാണ്. അതുപോലെ മാന്തുക ഗവൺമെൻറ് LP സ്കൂളിൽ, UP സ്കൂളിൽ 1 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നു. അതുപോലെ തന്നെ കാരംവേലി ഗവൺമെൻറ് LP സ്കൂളിൽ 75 ലക്ഷം രൂപ MLA ഫണ്ടിൽ നിന്ന് വികസന പ്രവർത്തനം നടക്കുന്നു. തുമ്പമൺ സ്കൂളിൽ അവിടെ MLA ഫണ്ടിൽ നിന്ന് ഏതാണ്ട് 1 കോടിക്കടുത്ത് രൂപ നൽകിക്കൊണ്ട് വികസന പ്രവർത്തനം നടക്കുന്നു. കൊളനട സ്കൂളിൽ ബഹുമാന്യനായ മുഖ്യമന്ത്രി തന്നെ കഴിഞ്ഞ ദിവസം ഉദ്ഘാടനം ചെയ്തു. ബിൽഡിംഗ് പൂർത്തീകരിച്ച് ഒരു ലാബ് സമുച്ചയം അവിടെ നിർമ്മിച്ച് പൂർത്തീകരിച്ച് നാടിന് സമർപ്പിച്ചു. അങ്ങനെ വിദ്യാഭ്യാസ മേഖലയിൽ വലിയ മാറ്റങ്ങൾ. അതോടൊപ്പം തന്നെ കായിക മേഖല, അതായത് സ്കൂളുകളുമായി ബന്ധപ്പെട്ട കായിക മേഖലയിൽ നമ്മുടെ ഒരു സ്പോർട്സ് സെൻ്ററായി തിരഞ്ഞെടുത്തിരിക്കുന്നത് തൈക്കാവ് സ്കൂളാണ്. തൈക്കാവ് സ്കൂളിൽ തൊട്ടടുത്ത ദിവസം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി 1 കോടി രൂപയുടെ പുതിയ കെട്ടിടത്തിന് തറക്കല്ലിടുകയാണ്. അതുകൂടാതെ കോയിപ്പുറം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പെൺകുട്ടികളുടെ കിക്ക് ഓഫ്, അതായത് ഫുട്ബോൾ പരിശീലനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്നത് കോയിപ്പുറം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിനെയാണ്. അതുകൂടാതെ അത്ലറ്റിക്സിന് പ്രാധാന്യം നൽകിക്കൊണ്ട് കുളനട സ്കൂളിനെ നമ്മൾ തിരഞ്ഞെടുത്തിട്ടുണ്ട്. അങ്ങനെ വിവിധ മേഖലകളിൽ സ്പോർട്സിന് കൂടി ശ്രദ്ധ, അല്ലെങ്കിൽ അതിന് കൂടിയിട്ട് ഉള്ള പ്രവർത്തനങ്ങൾ കൂടി ഇതിൻ്റെ ഭാഗമായി നടത്തിയിട്ടുണ്ട്. 2016 ആറന്മുള നിയോജക മണ്ഡലത്തിൽ 100-ന് താഴെ, അതായത് മെയ് മാസം വരെയുള്ള കണക്കാണ് ഞാൻ പറഞ്ഞത്. 2016 മെയ് മാസം വരെ 100 ടണ്ണിന് താഴെയായിരുന്നു നെല്ലിൻ്റെ ഉൽപ്പാദനം. നാമമാത്രമായിട്ടുള്ള നെൽകൃഷിയാണ് ഉണ്ടായിരുന്നത്. 2019 എത്തി നിൽക്കുമ്പോൾ
അത് 4000 ടണ്ണിലധികമായി നെല്ലിൻ്റെ ഉൽപ്പാദനം വർദ്ധിച്ചു. 2020 ഇപ്പോൾ നമ്മൾ നവംബർ മാസത്തിൽ ഇപ്പോൾ വിത്തിടുന്ന സമയമാണ്. ഈ കൃഷി കൂടി കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു വർഷം 4000 ടണ്ണിനേക്കാൾ ഉപരി ഇവിടെ വിളവ് ലഭിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാരണം ഏക്കർ കണക്കിന് കൂടുതൽ തരിശുപാടങ്ങൾ നമ്മൾ കൃഷി യോഗ്യമാക്കുന്നുണ്ട്. എല്ലാ പഞ്ചായത്തുകളെയും തരിശുരഹിത പഞ്ചായത്തുകളാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമം വലിയ രീതിയിൽ ഫലമുണ്ട്. വളരെ 90% പാടങ്ങൾ ഇപ്പോൾ നെൽകൃഷി ചെയ്യുകയാണ്. അതുപോലെ സുഭിക്ഷ കേരളം പദ്ധതിയുടെ ഭാഗമായി നമ്മുടെ പച്ചക്കറി കൃഷി വ്യാപകമാക്കിയിട്ടുണ്ട്. ഇവിടെ ആറന്മുളയിൽ 2016 ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ ആറന്മുളയിൽ വന്ന് വിത്തിട്ടുകൊണ്ട് നെൽവിത്ത് എറിഞ്ഞുകൊണ്ട് നെൽകൃഷിക്ക് തുടക്കം കുറിക്കുകയാണ് ഉണ്ടായത്. അത് ഏറ്റെടുത്ത് എല്ലാ പഞ്ചായത്തുകളിലേക്കും അത് വ്യാപിപ്പിച്ചു. നെൽകൃഷി ലാഭകരമല്ല എന്ന് പറഞ്ഞ സ്ഥാനത്ത് നെൽകൃഷി ലാഭകരമാണ്, ആദായകരമാണ് എന്ന് പറഞ്ഞ് കർഷകർ അതിലേക്ക് ഇറങ്ങുന്നത്. അപ്പോൾ അതിന് അടിസ്ഥാന കാരണം സംസ്ഥാന സർക്കാരിൻ്റെ കാർഷിക നയം തന്നെയാണ്. അതിൽ ഒരു ഹെക്ടർ തരിശ് പാടം കൃഷി ചെയ്യുമ്പോൾ ഏതാണ്ട് 30,000-നടുത്ത് രൂപയാണ് ലഭിക്കുന്നത്. അതിൽ 5,000 രൂപ സ്ഥലത്തിൻ്റെ ഉടമസ്ഥന്, 25,000 രൂപയോളം ആ പാടശേഖര സമിതിക്ക് അല്ലെങ്കിൽ കർഷകർക്ക് ലഭിക്കും. ഈ ആറന്മുള നിയോജക മണ്ഡലത്തിലൊരു പ്രത്യേകത, പ്രൊഫഷണലുകൾ ഇതിലേക്ക് എത്തപ്പെട്ടിട്ടുണ്ട്. അതായത് എൻജിനീയേഴ്സ്, അതുപോലെ ഡയമണ്ട് ഡിസൈനേഴ്സ്, അങ്ങനെ വിവിധ മേഖലകളിൽ എക്സൽ ചെയ്തിട്ടുള്ള ആളുകൾ, ഈ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളുടെ കൂട്ടങ്ങൾ ഇവിടെയുണ്ട് കൃഷി ചെയ്യുന്നവർ. അവർ വളരെ വളരെ പുതിയ ടെക്നോളജി ഉപയോഗിച്ചാണ് അവർ കൃഷി ചെയ്യുന്നത്. ഒരുപാട് പേരെ അവർ പരിശീലനം നൽകുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പരമ്പരാഗത കർഷകർക്കൊപ്പം യുവാക്കൾ ഇതിലേക്ക് വരുന്നുണ്ട്. അതുപോലെ പ്രവാസികൾ സുഭിക്ഷ കേരളം പദ്ധതിയുടെ ഭാഗമായി 25% നീക്കി വെച്ചിരിക്കുന്നത് ചെറുപ്പക്കാർക്കും പ്രവാസികൾക്കുമാണ്. അപ്പം അവർക്ക് കൂടി കൃഷി ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ, പ്രവാസികൾ ധാരാളമായി കാർഷിക മേഖലയിലേക്ക് എത്തപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ വലിയ മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട്. അപ്പം കാർഷിക രംഗം ശക്തിപ്പെടുന്നു. ഇപ്പോൾ നെൽകൃഷി ചെയ്യണമെങ്കിൽ അവിടേക്കുള്ള തോടുകൾ റെഡിയാണ്. ഇപ്പോൾ ഹരിത കേരള മിഷൻ്റെ പ്രവർത്തനങ്ങളുടെ ഒക്കെ ഭാഗമായി എല്ലാ പഞ്ചായത്തുകളിലും മിനിമം 1-2 തോടെങ്കിലും നമ്മൾ നവീകരിച്ചിട്ടുണ്ട്, ആഴം കൂട്ടിയിട്ടുണ്ട്, വെള്ളം ഒഴുകുന്നുവെന്ന് ഉറപ്പാക്കിയിട്ടുണ്ട്. അത് ഓരോ പഞ്ചായത്തിലും, അത് ഓരോ പ്രദേശത്തും. അതുകൂടാതെ ഈ പാടശേഖരങ്ങളിലേക്കുള്ള വെള്ളം എത്തപ്പെടുന്നുണ്ട് എന്ന് ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ജലസേചന പദ്ധതികൾ, കോടിക്കണക്കിന് രൂപയുടെ പദ്ധതികൾ ആറന്മുള നിയോജക മണ്ഡലത്തിലെമ്പാടും നമ്മൾ നടപ്പിലാക്കിയിട്ടുണ്ട്, മൈനർ ഇറിഗേഷൻ്റെ പ്രോജക്റ്റുകളായിട്ട്. അതുകൂടാതെ നമ്മൾ ഈ 4.5 വർഷക്കാലം ശ്രദ്ധ കൊടുത്ത ഒരു മേഖല, ഏറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധ കൊടുത്തൊരു മേഖല കുടിവെള്ളമാണ്. ഇപ്പോൾ ഒട്ടനേകം കുടിവെള്ള പ്രോജക്റ്റുകൾ ഈ കാലഘട്ടത്തിൽ നടപ്പിലാക്കാൻ കഴിഞ്ഞു. സർക്കാരിൻ്റേതായി MLA ഫണ്ടിലൂടെയും ഒക്കെ MLA ഫണ്ടിലൂടെ ചെറിയ ചെറിയ കുടിവെള്ള പദ്ധതികൾ, ഒരു ഗ്രൂപ്പ് ഒരു 100 വീടിന്, 120 വീടിന്, 60 വീടിന്, അങ്ങനെ ചെറിയ ചെറിയ കുടിവെള്ള പദ്ധതികൾ കൊടുക്കുന്നതിന് കഴിഞ്ഞു. അത് നാരങ്ങാനം പഞ്ചായത്തിൽ കൊടുക്കുന്നതിന് കഴിഞ്ഞു, തോട്ടപ്പുഴശ്ശേരിയിൽ ടാങ്കുകൾ നവീകരിക്കുന്നതിന് കഴിഞ്ഞു, 20 പേരുടെ ടാങ്കുകൾ നവീകരിക്കുന്നതിന് കഴിഞ്ഞു. പത്തനംതിട്ടയിൽ KK നായർ സാർ MLA ആയിരിക്കുമ്പോൾ 30-35 വർഷം മുമ്പിട്ട പൈപ്പ് ലൈനുകൾ, കാലാഹരണപ്പെട്ട പൈപ്പുകൾ കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി 11.5 കോടി രൂപയ്ക്ക് അത് മാറ്റിയിടുകയാണ് ചെയ്തത്. അതിൻ്റെ ടെൻഡർ ഓപ്പൺ ചെയ്യുകയാണ്. മെഴുവേലി, ചെന്നീർക്കര പഞ്ചായത്തുകളിൽ ഇപ്പോൾ അതിൻ്റെ പൈപ്പ് മാറ്റിയിടുന്ന പ്രവർത്തനം ഇപ്പോൾ കംപ്ലീറ്റ് ആകാറായി. അതുകൂടാതെ 20 പേരൂർ, കോയിപ്പുറം, തോട്ടപ്പുശ്ശേരി പഞ്ചായത്തുകളിലേക്കുള്ളൊരു മേജർ കുടിവെള്ള പദ്ധതി, അതൊരു വലിയ പദ്ധതിയാണ്. അതിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുകയാണ്. അങ്ങനെ സമസ്ത മേഖലകളിലും ഗ്രാമീണ മേഖലകളിലേക്ക് പ്രത്യേകിച്ച് കുടിവെള്ളം എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനം നടക്കുന്നുണ്ട്. ഇതുകൂടാതെയാണ് ജൽജീവൻ മിഷൻ. ഇപ്പോൾ ജൽജീവൻ മിഷൻ്റെ ഭാഗമായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായി നടത്തുന്ന ഈ പദ്ധതി പ്രകാരം ആറന്മുള നിയോജക മണ്ഡലത്തിൽ ആദ്യഘട്ടത്തിൽ 4,850 പുതിയ കണക്ഷനുകൾ, അതായത് 4,850 കുടുംബങ്ങളിൽ വെള്ളം എത്തിക്കുന്നതിന് ഇപ്പോൾ ഈ ഒരു മാസം കൂടെ കഴിയുമ്പോൾ അത്രയും കുടുംബങ്ങളിൽ പുതിയതായിട്ട് വെള്ളം എത്തുകയാണ്. സെക്കൻഡ് ഫേസിൽ, ജൽജീവൻ മിഷൻ്റെ സെക്കൻഡ് ഫേസിൽ 1,500ഓളം കുടുംബങ്ങൾ. ജൽജീവൻ മിഷൻ്റെ പ്രോജക്റ്റിൽ 2 കോടി രൂപ MLA ഫണ്ടാണ്. അതുകൂടാതെ ഞാൻ പറഞ്ഞതുപോലെ എവിടെയൊക്കെ ചെറിയ ചെറിയ കുടിവെള്ള പദ്ധതികൾ സാധ്യമാണ് അവിടെ എല്ലാം എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രോജക്റ്റുകൾ തയ്യാറാക്കുകയും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ധാരാളം വെള്ളം. ഞാനൊരു ഓർക്കുന്നൊരു അമ്മ ഒരു കുടിവെള്ള പദ്ധതി ഉദ്ഘാടനം ചെയ്യാൻ പോയപ്പോൾ ഒരമ്മയുടെ കയ്യിലൊരു പ്ലാസ്റ്റിക് കവറുണ്ടായിരുന്നു. ആ കവറിനകത്തുനിന്ന് ഞാൻ വിചാരിച്ചു അമ്മ എന്തോ നിവേദനമോ പരാതിയോ കൊണ്ടുവരാൻ വരികയായിരിക്കുന്നു വിചാരിച്ചു. അമ്മ ഒരു ഷോൾ എടുത്തിട്ട് എന്നെ അണിയിച്ചു, ആ ഷോൾ. എന്നിട്ട് പറഞ്ഞു, എൻ്റെ മോളെ ഞാനിവിടെ, അമ്മയ്ക്കൊരു 70-75 വയസ്സ് കാണും. അത് പറഞ്ഞു, ഞാനിവിടെ വിവാഹം ചെയ്തുകൊണ്ട് എന്നെ ഇവിടെ കൊണ്ടുവന്നതാണ്. അന്ന് മുതൽ ഞാനിവിടെ വെള്ളം ചുമക്കുക. പക്ഷേ ഇന്ന് മോൾ എനിക്ക് വീട്ടിൽ വെള്ളം എത്തിച്ചു. അത് വലിയൊരു സന്തോഷമാണ്. കാരണം
പ്രത്യേകിച്ച് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം, അമ്മമാരെ സംബന്ധിച്ചിടത്തോളം കുടിവെള്ളം വീട്ടിലെത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ജൽജീവൻ മിഷൻ്റെ ഭാഗമായി MLA ഫണ്ട് വെച്ചത് അതിനു വേണ്ടി കൂടിയാണ്. കാരണം ഫണ്ട് ഇല്ലാതെ ഇത് തടസ്സപ്പെടരുത്. കുടിവെള്ളമാണ് ഏറ്റവും ആത്യന്തികമായിട്ട്. അപ്പം എല്ലാവർക്കും വീട്, എല്ലാവർക്കും കുടിവെള്ളം, അതോടൊപ്പം തന്നെ എല്ലാ വീടുകളും ഒരു ഹരിതഗൃഹമാകുക എന്നുള്ളത്. അല്പം പച്ചക്കറി, അല്ല ഒരു വെണ്ട, അല്ലെ ഒരു വഴുതന, അല്ലൊരു പാവൽ, ഒരു കറിവേപ്പ്, കുടിവെള്ളം ഉണ്ടാകുക. അതുപോലെ അവിടേക്ക് അത്യാവശ്യം നല്ല റോഡുണ്ടാകുക, അവിടെ ഒരാൾക്കെങ്കിലും ഒരു ജോലി ഉണ്ടാകുക. അങ്ങനെ സുസ്ഥിരവും എല്ലാവരെയും ഉൾക്കൊള്ളുന്ന, പ്രകൃതിയും കൂടി ഉൾക്കൊള്ളുന്ന, പുഴകൾ നിറഞ്ഞ ഒഴുകുക. അപ്പം നെൽകൃഷി ചെയ്യുന്നത് ഞാൻ ഓരോ സ്ഥലത്തും പ്രസംഗിക്കുന്ന ഒരു കാര്യമാണ്. അതായത് നെൽകൃഷി ചെയ്യുമ്പോൾ നെല്ലിൽ സ്വയം പര്യാപ്തത മാത്രമല്ല, നെൽകൃഷിക്ക് വെള്ളം വേണം. അപ്പോൾ അത്രയൊരു വാട്ടർ ടാങ്കായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഒരു വാട്ടർ ടാങ്കായിട്ട് അത് ആക്ട് ചെയ്യും, ജലസംഭരണിയായിട്ട്. വരട്ടാറിൻ്റെ അനുഭവമുണ്ട്. വരട്ടാർ ആദ്യം നവീകരിക്കാൻ ചെന്നപ്പോൾ അവിടെ ഇറങ്ങാൻ മെഷീൻ ഇറക്കാൻ പറ്റില്ലായിരുന്നു. അവിടുത്തെ സമീപമുള്ള കിണറുകളിലേക്ക് കറുത്ത ജലമായിരുന്നു. പക്ഷേ ഈ വരട്ടാർ പൂർവ്വസ്ഥിതിയിലാക്കി, അല്ലെങ്കിൽ അതിൻ്റെ മാർഗം തെളിയിച്ച് വെള്ളം ഒഴുകി തുടങ്ങിയപ്പോൾ സ്വാഭാവികമായി ഈ കിണറുകളിലെ വെള്ളം തെളിഞ്ഞു. അതുപോലെ ഈ നെൽകൃഷി ചെയ്യുന്ന പാടങ്ങളുടെ സമീപത്തുള്ള കിണറുകളൊക്കെ വറ്റി വരണ്ട് വെള്ളമില്ലാതെ പോയിട്ടുണ്ട് തരിശായി കിടക്കുമ്പോൾ. പക്ഷേ നെൽകൃഷി ചെയ്തു തുടങ്ങിയപ്പോൾ അത് റീചാർജ് ചെയ്യപ്പെട്ടു. ഈ കിണറുകളിലെല്ലാം വെള്ളം ഉണ്ടായി. അപ്പോൾ കൃഷി നമുക്കുണ്ടാകണം, പ്രകൃതി സംരക്ഷിക്കപ്പെടുന്നതിനൊപ്പം അതുപോലെ തന്നെ വെള്ളം, ജല സുഭിക്ഷത ഉറപ്പാക്കിക്കൊണ്ടുള്ള സമഗ്രമായിട്ടുള്ള അതൊരു സസ്റ്റെയിൻഡ് ഡെവലപ്മെൻറ്റാണ്, സുസ്ഥിര ഡെവലപ്മെൻറ്റാണ് നമ്മുടെ ലക്ഷ്യം. അതിനു വേണ്ടിയിട്ടാണ് ആറന്മുള നിയോജക മണ്ഡലം അതിൻ്റെ പടവുകൾ ഓരോന്നായി കയറുകയാണ്. ആ രീതിയിലുള്ളൊരു വികസനം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഈ കാലഘട്ടത്തിൽ നടത്തിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ MLAയോടൊപ്പമുള്ള പ്രോഗ്രാം ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഒരു ദിവസമാണ് നമ്മൾ വീണാ മേഡം നമ്മളോടൊപ്പം ചിലവഴിച്ച്. ഒരുപാട് നന്ദി. അതോടൊപ്പം തന്നെ ഞാൻ മേഡത്തിന് ഒരുപാട് ബുദ്ധിമുട്ടിച്ച്, മണ്ഡലം മുഴുവൻ ട്രാവൽ ചെയ്യിപ്പിച്ച് ഒരുപാട് ബുദ്ധിമുട്ടിച്ച് അതിന് മാപ്പി ചോദിക്കുന്നു. അതോടൊപ്പം തന്നെ MLAയുടെ ഭാവി എല്ലാവിധ ആശംസകളും ചേർന്നു. ഇപ്പോൾ നമ്മൾ വീഡിയോ കാരണം മണ്ഡലത്തിൽ നമ്മൾ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ പോകാൻ ശ്രമിച്ചു, കുറച്ച് കാര്യങ്ങളൊക്കെ പറയാൻ ശ്രമിച്ചു. ശരിക്കും അതൊരു എൻകറേജ്മെൻ്റ് ആണ്. നമ്മൾ എന്തൊക്കെ ചെയ്തു, എന്തൊക്കെ ചെയ്യാനുണ്ടെന്ന് സ്വയം ചിന്തിക്കുന്നത് ഒരു വലിയ കാര്യം കൂടിയാണ്. സോ താങ്ക് യു വെരി മച്ച്. ഓൾ ദി ബെസ്റ്റ്. ഇനിയും കൂടുതൽ ശക്തമായി മുന്നേറുക. താങ്ക് യു വെരി മച്ച്.